ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്നേഹനിധികളായ പ്രിയ കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും സാദര നമസ്കാരം. കേരളത്തിലെ ഏറ്റവും മഹത്തായ ഒരു ക്ഷേത്ര സന്നിധിയിലാണ് നമ്മൾ ഒന്നിച്ചിരിക്കുന്നത്. 50,000-ഓളം ക്ഷേത്രങ്ങളാണ് നമുക്ക് കേരളത്തിലുള്ളത്. അതിൽ 3,807 ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡും ബാക്കി ഭക്തരായ ഹിന്ദുക്കളും നടത്തുന്ന ഒരു വലിയ സങ്കല്പമാണ് ക്ഷേത്ര സങ്കല്പം. ഭാരതത്തിൽ 25 ലക്ഷത്തിൽ പരം ക്ഷേത്രങ്ങളുണ്ട്. ഈ 25 ലക്ഷത്തിൽ പരം ക്ഷേത്രങ്ങളിലും ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഭക്തന്മാർ പോകുന്നുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും 5 പ്രാവശ്യം അയോധ്യ, കാശി, മധുരയിൽ യാത്ര നടത്താറുണ്ട്. ഇപ്പം 496 കൊല്ലത്തെ പോരാട്ടത്തിനൊടുവിലാണ് അയോധ്യയിലെ രാമക്ഷേത്രം തിരിച്ചു കിട്ടിയത്. രാമക്ഷേത്രത്തിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഭക്തർ പോകുന്നു. ശബരിമലയിൽ ഒരു തീർത്ഥാടന കാലത്ത് കോടിക്കണക്കിന് ഭക്തന്മാർ വരുന്നു. 10,000-കണക്കിന് പേരാണ് എല്ലാ ദിവസവും ഗുരുവായൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിൽ 4 തരം ഭക്തന്മാരാണ്, 4 തരം ഹിന്ദുക്കളാണ് നമ്മുടെ സമാജത്തിലുള്ളത്. ഒരിക്കൽ നിത്യചൈതന്യതി വളരെ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനെങ്ങനെ ഹിന്ദുവായി എന്ന്. അദ്ദേഹം ചെറുപ്പത്തിൽ അദ്ദേഹത്തെ കണ്ണൻ എന്നാണ് എല്ലാവരും വിളിക്കുക. കണ്ണൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ണൻ്റെ അധ്യാപകനായ രാമപിള്ള സാർ ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു, മുസ്ലിം കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് കണ്ണൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദ് എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടപ്പോൾ കണ്ണനും എഴുന്നേറ്റ് നിന്നു. അപ്പോൾ മാഷ് പറഞ്ഞു, ഇരിക്കട അവിടെ, നീ മുസ്ലിം അല്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, ഈ ക്ലാസ്സിലെ ക്രിസ്ത്യൻ കുട്ടികൾ മൊത്തം എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണന് പ്രിയപ്പെട്ട ജോസഫ് എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ കണ്ണനും എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഇരിക്കട അവിടെ, നീ ക്രിസ്ത്യാനിയുമല്ല എന്ന് പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം പറഞ്ഞു, ഈ ക്ലാസ്സിലെ ഹിന്ദു കുട്ടികൾ മൊത്തവും എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പം ഇനിയും വഴക്ക് കേൾക്കണ്ട എന്ന് കരുതി നമ്മുടെ കണ്ണൻ എഴുന്നേറ്റില്ല. ഈ സമയത്ത് മാഷ് പറഞ്ഞു, എഴുന്നേക്കടാ കഴുതേ, നീ ഒരു ഹിന്ദുവാണെന്ന്. ഒരേ ദിവസം ഞാൻ കഴുതയുമായി, ആ ദിവസം ഞാൻ ഹിന്ദുവായി എന്ന് നിത്യചൈതന്യതി വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനെങ്ങനെ ഹിന്ദുവായി എന്ന് ചോദിച്ചാൽ, അച്ഛനും അമ്മയും ഹിന്ദു ആയതുകൊണ്ടാണ് ഞാൻ ഹിന്ദു ആയത്. അവരമ്പലത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കോളേജിൽ ചെല്ലുമ്പോൾ ഞങ്ങളോട് ചില ആളുകൾ പറഞ്ഞു തന്നു, രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല, അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണ്. ഹിന്ദുവിൻ്റെ ദൈവങ്ങൾ കരയില്ല, ചിരിക്കില്ല. ഹിന്ദുവിൻ്റെ ദൈവങ്ങൾ കണ്ണു തുറക്കാത്ത ദൈവങ്ങൾ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകൾ. ഇതൊക്കെ ഹിന്ദുക്കൾ സീരിയസ് ആയിട്ട് എടുത്തു. കോഴിക്കോട് ജില്ലയിലാണ് മലയാളത്തിൻ്റെ അഭിമാനമായ MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം മലയാള ഭാഷയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്, അതിലൊരു സംശയമില്ല. എന്നാൽ അദ്ദേഹം ഒരു സിനിമ ഇറങ്ങി, നിർമാല്യം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിൽ കേന്ദ്ര കഥാപാത്രം ഒരു വെളിച്ചപ്പാടായിരുന്നു. വെളിച്ചപ്പാട് എല്ലാ ദിവസവും തൻ്റെ പ്രശ്നങ്ങൾ ദൈവത്തോട്, ഭഗവതിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ പ്രശ്നങ്ങൾക്ക് മാത്രം ഒരു മാറ്റം ഉണ്ടായില്ല. വെളിച്ചപ്പാടിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വന്നു. ഒരു ദിവസം വെളിച്ചപ്പാട് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറി ഭഗവതിയുടെ മുഖത്തേക്ക് കാറി തുപ്പിയിട്ട് ഇറങ്ങിപ്പോകുന്നതോടുകൂടി സിനിമ അവസാനിച്ചു. അതായത് വെളിച്ചപ്പാട് ഭഗവതിയുടെ മുഖത്തേക്ക് കാറി തുപ്പുക എന്ന് പറഞ്ഞാൽ ഭക്തന്റെ അവസ്ഥ എന്തായിരിക്കും? ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ശാന്തിക്കാര്, തന്ത്രിമാര്, വെളിച്ചപ്പാട്, ഇങ്ങനെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. അപ്പൊ അവരിൽ വെളിച്ചപ്പാട് ഭഗവതിയുടെ മുഖത്തേക്ക് കാറിത്തുപ്പി ഇറങ്ങിപ്പോകുന്നതോടുകൂടി ആ സിനിമ അവസാനിച്ചു. പക്ഷെ ലക്ഷക്കണക്കിന് ഹിന്ദു യുവതി യുവാക്കൾ അമ്പലങ്ങളെ ഉപേക്ഷിച്ചു. അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണ് എന്നവർ മനസ്സിൽ പതിച്ചു. അങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം കാട് കയറി മുടിഞ്ഞത്. ഞാനൊരു 6 മാസം മുമ്പ് കോട്ടയം ജില്ലയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു മഹാശിവക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ പ്രഭാഷണമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സാംസ്കാരിക സമ്മേളനമുണ്ട്. ഈ സമ്മേളനത്തിൽ ഒരു 10-40 പേരെ ആദരിക്കുന്നു. ഒരു 70 വയസ്സ് 80 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു 10-40 പേർ, അതിലൊരു 5-6 സ്ത്രീകളുമാണ്. ഇപ്പം ഇവരെന്തിനാണ് ഇപ്പോൾ ആദരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ ആദരിക്കാനുള്ള കാരണം പറയുകയാണ്,
40 കൊല്ലം മുമ്പ് ഈ ക്ഷേത്രം കാട് പിടിച്ച് നശിച്ച് മുടിഞ്ഞു പോയതാണ്. ഈ സമയത്ത് ആ കാട് ചെത്തി വൃത്തിയാക്കി ദേവന്റെ വിഗ്രഹത്തെ പുറത്തെടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കി ഇന്ന് കാണുന്ന ക്ഷേത്രമാക്കി അതിനെ മാറ്റുവാൻ വേണ്ടി പരിശ്രമിച്ച അന്നത്തെ ചെറുപ്പക്കാരാണ് ഇവര്. അന്ന് അവർക്ക് 30 വയസ്സ് 35 വയസ്സൊക്കെയാണ്. കാട് കയറി മുടിഞ്ഞു പോയ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുവാൻ പണിയെടുത്തവർ എന്ന അർത്ഥത്തിലാണ് അവർക്ക് വലിയ ആദരവ് കിട്ടിയത്. അപ്പം നമ്മൾ ഹിന്ദുക്കളാണ്, അല്പസമയം ഞാനെങ്ങനെ ഹിന്ദുവായി എന്നും എന്തിനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് എന്നും സാമാന്യനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ കൂടിയും നമുക്കൊന്നുകൂടി അത് ചർച്ച ചെയ്യാം. 4 ടൈപ്പ് ഹിന്ദുക്കളാണ് നമ്മുടെ സമാജത്തിലുള്ളത്. ഒന്നാമത്തെ ഹിന്ദു ആത്മാഭിമാനിയായ ഹിന്ദു. എനിക്ക് 4 വേദങ്ങളും 5 ഉപവേദങ്ങളും 6 വേദാംഗങ്ങളും 18 പുരാണങ്ങളും 108 ഉപനിഷത്തുകളും 2 ഇതിഹാസങ്ങളും 64 കലകളും അർത്ഥശാസ്ത്രവും കാമശാസ്ത്രവും എനിക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഹിന്ദു. ലോകത്തിലെ സകല മതങ്ങളെയും ഇസങ്ങളെയും ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചത് ഈ മണ്ണിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞ ഹിന്ദു. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ സ്റ്റേജിൽ വന്നിട്ട് പലപ്പോഴും പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്: ഈ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശവും അധികാരവുമുണ്ട്, എല്ലാവരും സ്വസ്ഥമായി ജീവിക്കുന്നു, കാരണം ഇന്ത്യ ഒരു മതേതര രാജ്യമായത് കൊണ്ടാണ് എന്ന്. 1950 ജനുവരി 26-നാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായത്. സ്വാതന്ത്ര്യം കിട്ടി 3 വർഷങ്ങൾക്കപ്പുറം. എന്നാൽ ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. ഇന്ത്യ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് പറയാതെ പോയത്? 1975 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത്. എന്തുകൊണ്ടായിരിക്കാം അംബേദ്കർ എന്ന് പറയുന്ന ഭരണഘടനാ ശില്പി മതേതരത്വം എന്ന വാക്ക് പറയാതെ പോയത്? കാരണം നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് ജനിക്കുന്നതിൻ്റെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടത്തേക്ക് വന്ന ഇസ്ലാമിനെ, ക്രിസ്ത്യാനിയെ, ജൂതനെ, പാഴ്സിയെ, മതമുള്ളവനെ ഇല്ലാത്തവനെ എല്ലാം സ്വീകരിച്ചത് ഈ മണ്ണാണ്. അതുകൊണ്ട് നമുക്കൊരു മതേതരത്വമുണ്ട്. അതിനൊരു ശ്ലോകം പിറന്നിട്ടുണ്ട് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ്: ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഇതാണ് നമ്മൾ ഹിന്ദുക്കളുടെ ഭരണഘടന. ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ, കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു ചേരും. അതുകൊണ്ട് ഹിന്ദുക്കളായ നമുക്ക് 33 കോടി ദൈവങ്ങളാണ്. ചാത്തനുണ്ട്, കുട്ടിച്ചാത്തനുണ്ട്, കരിങ്കുട്ടിച്ചാത്തനുണ്ട്, കാളിയുണ്ട്, ഭദ്രകാളിയുണ്ട്, ദേവിയുണ്ട്, ദേവനുണ്ട്, ഭഗവതിയുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്. അങ്ങനെ 33 കോടി ദൈവങ്ങൾ എന്ന അതിശയോക്തിപരമായ പരാമർശത്തിലൂടെ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളിൽ വൈവിധ്യമാർന്ന ആരാധനയെ പിന്തുടരുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുള്ളിലേക്ക് ഒരു പട്ടി ഓടി കയറിയാൽ എന്ത് ചെയ്യും? ശുദ്ധി കലശം നടത്തും. ഇവിടെയും ഗുരുവായൂരൊക്കെ അങ്ങനെയാ ചെയ്യാം. ഇതേ പട്ടി പറശ്ശിനിക്കടവിൽ മടപ്പുരക്കൽ ഓടി കയറിയാലോ? ഒരു കുഴപ്പമില്ല, മുത്തപ്പന്റെ വാഹനമാണ് പട്ടി. ശബരിമലയിൽ ചെല്ലുമ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പ്രദർശിച്ചു എന്നുകൊണ്ട് യുവതികൾക്ക് അവിടെ പ്രവേശനമില്ല. അപ്പൊ ഹിന്ദുക്കൾക്ക് അതിൽ കുഴപ്പമില്ല. എന്നാൽ എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിലും ഏത് യുവതിക്കും പോവാം. മറ്റയ്യപ്പ ക്ഷേത്രങ്ങളിൽ അവിടെ അങ്ങനെയാണ്. ഓരോയിടത്തും വൈവിധ്യങ്ങളാണ്. ഇപ്പൊ ഞങ്ങള് കാശി വിശ്വനാഥനെ കാണാൻ ചെന്നാൽ നമ്മുടെ കയ്യിലെ പാല് കൊണ്ടുപോയിട്ട് വിശ്വനാഥന്റെ തലയിൽ നമുക്ക് ഒഴിക്കാം, നേരിട്ടൊഴിക്കാം എന്ന് കരുതി ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കയറിയിട്ട് ഭഗവതിയുടെ തലയിലേക്ക് ക്ഷീരധാര ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. കേരളത്തിലെ ഒരു ശിവക്ഷേത്രത്തിന്റെ ശ്രീകോവിലും തന്ത്രിക്കും ശാന്തിക്കാരും നിശ്ചയിക്കപ്പെട്ട ആളുകൾക്കുമല്ലാതെ കയറാൻ പറ്റൂല. എന്നാൽ വിശ്വനാഥ ക്ഷേത്രം എന്ന സകല ശിവക്ഷേത്രം, ആ വിശ്വനാഥ ക്ഷേത്രത്തിൽ നമുക്ക് നേരിട്ട് കൊണ്ടുപോയിട്ട് പാലൊഴിക്കാം. അവിടെ അങ്ങനെയാണ്. ഇവിടെ പരശുരാമ പ്രോക്തങ്ങളായ തന്ത്രശാസ്ത്ര വിധി പ്രകാരം കേരളത്തിലെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചതുകൊണ്ട് ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് ഭക്തന് കയറാൻ പറ്റില്ല. ഈ ആചാരങ്ങളിൽ വൈവിധ്യമുണ്ട്, ആഹാരത്തിൽ വൈവിധ്യമുണ്ട്, ഭാഷയിലും ആചാരത്തിലും വൈവിധ്യമുണ്ട്. നമ്മൾ മധുരയിൽ ചെന്നാൽ അവിടുത്തെ ദൈവങ്ങളെല്ലാം വളരെ വലിയ ദൈവങ്ങളാണ്. ഉണ്ട കണ്ണുമാണ്, വലിയ ദൈവങ്ങളാണ്. ദൈവങ്ങളെ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ ദേവിയും ദേവനൊക്കെ അപാര സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടാണ് നമ്മുടെ ശില്പികൾ അതിനെ വിഗ്രഹമാക്കുന്നതിന് മുമ്പ് കൊത്തിയെടുത്തത്.
ഞാൻ അതിലേക്ക് വരാം. ഈയിടക്ക് നമ്മുടെ നാട്ടിൽ വളരെ വിവാദമായൊരു ശ്ലോകം ഉണ്ടായിരുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ പലപ്പോഴും ഹിന്ദുക്കൾ ഒരുപാട് മന്ത്രങ്ങളൊക്കെ പറയുന്നവരാ. ഈ പറയുന്ന മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ മനോഹാരിത ബോധ്യപ്പെടുന്നത്. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെ വരി നിങ്ങൾക്കറിയുമോ? ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പശുവിനും ബ്രാഹ്മണനും സുഖം ഉണ്ടായാൽ ലോകത്തിന് സുഖം ഉണ്ടാവും. ഇതാണ് ഇതിന്റെ അർത്ഥം. പക്ഷെ അതിന്റെ മുകളിൽ രണ്ടുപേര് വേറെ ഉണ്ട്. അതുകൂടി പറഞ്ഞിരുന്നുവെങ്കിൽ കംപ്ലീറ്റ് ആയേനെ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വസ്തി, എല്ലാവർക്കും ശാന്തി സമാധാനം. പ്രജാഭ്യാം പരിപാലയന്താം, പ്രജകൾ പരിപാലിക്കപ്പെടണം. എങ്ങനെ? ന്യായേണ മാർഗേണ, ന്യായത്തിന്റെ മാർഗത്തിൽ. ആരാൽ? മഹിം മഹീഷ, ഭൂമി ഭരിക്കുന്ന രാജാക്കന്മാര് ന്യായത്തിന്റെ മാർഗത്തിൽ ഭൂമി ഭരിച്ചാൽ എല്ലാവർക്കും ശാന്തി സമാധാനം. ഗോ ബ്രാഹ്മണേഭ്യ, പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പൊ പശു ബ്രാഹ്മണൻ ഈ രണ്ട് പേര് കേൾക്കുമ്പോ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അന്ധചിത്രത്തെ ഉണ്ടാക്കുവാൻ പലരും പരിശ്രമിക്കുന്നു. ബ്രാഹ്മണ മേധാവിത്വം. ഞാനൊരു ദിവസം ചുമ്മാ കഴിഞ്ഞ ആഴ്ച ജെമിനി എന്ന് പറയുന്ന ആപ്പുണ്ടല്ലോ, അതിനോട് ചോദിച്ചു, ജെമിനി, കേരളത്തിൽ എത്ര ബ്രാഹ്മണന്മാരുണ്ട്, എത്ര ശതമാനം? ഇപ്പൊ ജെമിനി പറയാ 0.7% ബ്രാഹ്മണന്മാരെ കേരളത്തിലുള്ളൂ. നമ്പൂതിരി ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞാൽ 0.7, 1% എടുക്കാനില്ല. ഇവരാണോ കേരളത്തിന്റെ പ്രശ്നം? ഈ പശുവിനെ അമ്മയായി കണ്ടു കരുതുക എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദുവിന്റെ സങ്കല്പം? നമുക്ക് പശു മാത്രമാണോ അമ്മ? ഭൂമി നമുക്കാരാ? ഭൂമി മാതാവാണ്. രാഷ്ട്രം നമുക്കാരാ? മാതാവാണ്. നോക്കൂ, വെള്ളം കിട്ടാത്ത ഒരു ലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി കണ്ടു. കടലിനെ കടലമ്മ എന്നാ വിളിച്ചത്, ഗംഗയെ ഗംഗാ മാതാവ് എന്നാ വിളിച്ചത്. നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിനെ മഞ്ഞും മലയും മരുഭൂമിയും നിറഞ്ഞൊരു കരയായിട്ട് ഭാരതം കണ്ടിട്ടില്ല. മാതാഭൂമി പുത്രോഹം പൃഥിവ്യ, ഈ മണ്ണിന്റെ അമ്മയാണ് ഞാൻ, ഈ മണ്ണിന്റെ പുത്രനാണ്. അമ്മയുടെ മുലപ്പാലിനൊപ്പം നിങ്ങളും ഞാനും കുടിച്ചു വളർന്ന പാൽ ഏതാണ്? പശുവിന്റെ പാലാണ്. അതുകൊണ്ട് നമ്മൾ പശുവിന് അമ്മയുടെ സ്ഥാനം നൽകി. ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുള്ളൊരു അശുദ്ധി ഉണ്ടായാൽ ശുദ്ധി കലശം നിർവഹിക്കുവാൻ ഉപയോഗിക്കുന്നത് ഒരു മൃഗത്തിന്റെ വിസർജ്യമാണ്, ചാണകം. നമ്മൾ അങ്ങനെയല്ലേ, ചാണക വെള്ളം തടിച്ച് ശുദ്ധീകരിച്ചു എന്നൊക്കെയല്ലേ രാഷ്ട്രീയത്തിലൊക്കെ എതിരാളികളോട് നമ്മൾ പറയില്ലേ, ഇന്നാൾ വന്നു അതുകൊണ്ട് ഞങ്ങൾ ആ ഗ്രൗണ്ടൊക്കെ ചാണക വെള്ളം തടിച്ച് ശുദ്ധീകരിച്ചു എന്നൊക്കെ പറയും. അതുകൊണ്ട് പാലും മോരും തൈരും നെയ്യും വെണ്ണയുമായി നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായ ആ സാധു മൃഗത്തിന് ഭാരതം അമ്മയുടെ സ്ഥാനം നൽകി. കാരണം ഭാരതത്തിലെ ഹിന്ദുക്കൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭൂമിയെ തൊട്ട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. നമ്മൾ അതൊക്കെ മറന്നുപോയത് കൊണ്ടാണ്. ജനീവയിൽ ലോക പരിസ്ഥിതി സമ്മേളനം നടക്കുക കുറെ വർഷത്തോടായി. നമ്മൾ ഹിന്ദുക്കളുടെ മഹത്വം പലപ്പോഴും നമ്മൾ കസ്തൂരിമാനെ പോലെയാ. കസ്തൂരിമാന്റെ ശരീരത്തിൽ നിന്നാണ് കസ്തൂരിയുടെ സുഗന്ധം വരുന്നത്. പക്ഷെ കസ്തൂരിമാൻ മൂക്കും മേലെ പിടിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, എവിടുന്നാണാവോ ഈ സുഗന്ധം ഒന്നും കരുതിയിട്ട് അതിന് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ജർമ്മനിയിലെ ശാസ്ത്രകാരൻ, സംസ്കൃത പണ്ഡിതനൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കൾ രാവിലെ എഴുന്നേറ്റാൽ ഭൂമിയെ തൊട്ട് വന്ദിച്ചൊരു ശ്ലോകം ചൊല്ലും. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. സമുദ്രത്തെ വസ്ത്രമാക്കുന്നവളെ, പർവ്വതങ്ങളെ സ്ഥനമായി ധരിച്ചവളെ, വിഷ്ണുവിന്റെ പത്നിയായ ഭൂമിദേവി, നിനക്കെന്റെ നമസ്കാരം. ഭൂമിയിൽ ചവിട്ടാതെ ജീവിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് എൻ്റെ പാദസ്പർശം ക്ഷമിച്ചാലും എന്നു പറഞ്ഞ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ജീവിതം തുടങ്ങുന്ന ഹിന്ദുക്കൾ രാവിലെ കുളിക്കുമ്പോൾ 7 നദികളെ കൈക്കുടന്നയിൽ കൊണ്ടുവരും. ഇപ്പൊ ഈ അമ്പലത്തിൽ രാവിലെ ഭഗവതിയെ കുളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപദൈവങ്ങളെ കുളിപ്പിക്കുമ്പോൾ ഒരു മന്ത്രമുണ്ട്. ഗംഗൈച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും. കാവേരി കർണാടകയിലാണ്, ഗംഗ ഹിമാലയത്തിലാണ്. ഹിമാലയത്തിൽ ഒഴുകുന്ന ഗംഗയെയും കർണാടകയിൽ ഒഴുകുന്ന കാവേരിയെയും ഞാനിതാ എൻ്റെ ചെറിയ കമണ്ടലുവിൽ കൊണ്ടുവന്ന് ഇതുകൊണ്ടാണ് ഞാൻ ഭഗവതിയെ കുളിപ്പിക്കുന്നത്. അതായത് രാവിലെ പോയിട്ട് 7 നദിയിലെ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറ്റൂല. ഈ ഒരു ഉദാത്തമായ സങ്കല്പമാണ് ഹിന്ദുവിന്റെ സങ്കല്പം. ഇത് തിരിച്ചറിഞ്ഞവനാണ് ഒന്നാമത്തെ ഹിന്ദു. എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയുള്ള ഹിന്ദു.
അതുകൊണ്ട് ലോക ചരിത്രത്തിൽ പാകിസ്ഥാനിൽ എത്രയോ ഭീകരന്മാർ ഇവിടത്തേക്ക് വന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള രാമേന്ദ്രേട്ടനെ കലിമയൊല്ലാൻ അറിയാത്തോണ്ട് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു ഹിന്ദു ചാവേറായിട്ട് പാകിസ്ഥാനിൽ പൊട്ടിത്തെറിച്ചിട്ടില്ല. അതാണ് അടിസ്ഥാനപരമായിട്ട് ഒരു മതവും പഠിച്ചില്ലെങ്കിലും നമുക്ക് മറ്റൊരാളെ കുറ്റം പറയുന്ന ഇഷ്ടമല്ല. എൻ്റെ ഗ്രാമത്തിൽ ഒരൊറ്റ ക്രിസ്ത്യാനിയില്ല. 500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്ന ഒരു വാർഡിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒരു 30% ഹിന്ദുക്കളും ബാക്കി 7% മുസ്ലിം സഹോദരങ്ങളുമാണ് അവിടെ ഉള്ളത്. ഒരു കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. നിങ്ങൾ നാദാപുരം എന്നൊക്കെ പറയുമ്പോൾ പണ്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ ക്രിസ്മസ് ആകുമ്പോൾ എൻ്റെ നാട്ടിലെ ഒരു നല്ല ശതമാനം ഹിന്ദു വീടുകളിലും നക്ഷത്രം തൂക്കും. ആര് തൂക്കണം? ഹിന്ദുക്കൾ പൈസ കൊടുത്ത് മേടിച്ച് തന്നെ തൂക്കണം. കറണ്ട് ബില്ല് ആരടക്കും? പള്ളിയിൽ നിന്ന് തരുമോ? ഇല്ല, അതിൻ്റെ കറണ്ട് ബില്ല് ഹിന്ദുക്കൾ തന്നെ അടക്കണം. ഈ പുൽക്കുടിൽ ആരുണ്ടാക്കണം? അതും ഹിന്ദുക്കൾ തന്നെ ഉണ്ടാക്കണം. തീർന്നില്ല. ഈ ക്രിസ്മസ് ആയതിൻ്റെ തലേ ദിവസം നമ്മുടെ ഹിന്ദു പിള്ളേര് അവിടെ അപ്പൂപ്പൻ്റെ വേഷവും കെട്ടി ചെണ്ടയും മുട്ടി സകല വീട്ടിലും കരോളുമായിട്ട് കയറും. ഒറ്റ മുസ്ലിം കുട്ടിയും കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ നാട്ടിൽ ഒറ്റ മുസ്ലിം വീട്ടിലും നക്ഷത്രം നോക്കാറില്ല. അവർ കരോളുമായിട്ട് ഒറ്റ വീട്ടിലും കയറാറില്ല. ഒരൊറ്റ ക്രിസ്ത്യാനി ഇല്ലാത്തൊരു ഗ്രാമത്തിൽ ക്രിസ്മസ് ഞങ്ങളുടെ ഗ്രാമത്തിൽ ആചരിക്കാറുണ്ട്. ഇതാണ് ഹിന്ദു. പക്ഷേ ഞാനിപ്പോൾ തൃപ്പൂണിത്തറയിൽ നിന്ന് നിങ്ങളുടെ ഇവിടത്തേക്ക് വരുമ്പോൾ, വൈക്കത്ത് ഇവിടത്തേക്ക് വരുമ്പോൾ തൃപ്പൂണിത്തറയിൽ ഞാനൊരു ബോർഡ് കണ്ടു. ഏകനായ യേശു, ഏകനായ നാഥൻ, ഏകനായ മധ്യസ്ഥൻ. ഇതിനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. യേശുവിനോടല്ല കേട്ടോ, ഏകൻ, ഓൺലി എന്ന വാക്കിനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എൻ്റേത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന എല്ലായിടത്തും സംഘർഷം ഉണ്ടാവും. ഈ ഫോൺ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണൊക്കെ തെറ്റാണ്. ഇതൊരിക്കലും ഹിന്ദു പറയില്ല. അതുകൊണ്ടാണ് മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിൽ വന്നപ്പോൾ ഹിന്ദുക്കൾ സ്വീകരിച്ച് അവർക്ക് പള്ളി ഉണ്ടാക്കി കൊടുത്തു. ഞാൻ എല്ലാ ദിവസവും അല്ല, ഇവിടുന്ന് എറണാകുളത്ത് തിരിച്ചു പോകുമ്പോൾ കാണുന്നൊരു പള്ളിയാണ് ചേരമാൻ പെരുമാൾ പള്ളി. ഇവിടെ കൊടുങ്ങല്ലൂരില്ലേ. ആരുണ്ടാക്കി കൊടുത്താ? ഹിന്ദു രാജാക്കന്മാരുണ്ടാക്കി കൊടുത്താ. അവർക്കറിയില്ല എന്താണ് ഇസ്ലാം മതം, അതിൻ്റെ ആരാധന എങ്ങനെയാ. അപ്പൊ അവർ പറഞ്ഞു, മാലിക് ദീൻ പറഞ്ഞു, ഞങ്ങൾ 10 ആണുകളാണ് വന്നത്. ശരി, 10 പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ. 10 സ്ത്രീകളെ, ഹിന്ദു സ്ത്രീകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അതിൽ കുട്ടികളുണ്ടായപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി ഒരു പള്ളി വേണം. പള്ളി എങ്ങനെയാണ്? പള്ളി ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയാണ്. ദുർഗാദേവി ക്ഷേത്രം ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന കല്ലും മരം കൊണ്ട് കെട്ടിയതാണ് ആദ്യത്തെ ചേരമാൻ പെരുമാൾ പള്ളി. മാത്രമല്ല, ഞങ്ങളുടെ കോഴിക്കോട് സാമുദ്രികമൊക്കെ ഭരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ജനിക്കുന്ന കുട്ടികളെ മുസ്ലിമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ ഹിന്ദുക്കൾ ഒരുപാട് അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിൽ പതിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജാതിയുടെ പേരിലും ദുരാചാരത്തിന്റെ പേരിലും നമ്മൾ തമ്മിൽ തല്ലിയ കാലം. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായിട്ട് നമ്മളിങ്ങനെ ചിന്ന ഭിന്നമായി പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, കടൽ കടക്കരുത് എന്ന്. കടൽ കടന്നു പോയാൽ ഹിന്ദു തീർന്നു പോയി, ഹിന്ദുത്വം പോയി എന്ന്. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾക്ക് പോലും കടൽ കടക്കുവാൻ വേണ്ടി ആ പാറയുടെ മുകളിൽ ഗുരുവിനെ ധ്യാനിച്ച് 3 ദിവസം ഇരിക്കേണ്ടി വന്നു. ഗുരുനാഥൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മോനെ നരേന്ദ്ര, നിനക്ക് വേണ്ടി നടക്കുന്ന സമ്മേളനമാണ് ചിക്കാഗോ സമ്മേളനം, നീ അവിടെ പോയേ മതിയാവുള്ളൂ. അങ്ങനെയാണ് ഗേത്തിയിലെ രാജാവ് ഒരു കപ്പൽ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത്. അതൊക്കെ ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ വെള്ളിയാഴ്ച ജനിക്കുന്ന കുട്ടികളെ ഹിന്ദുക്കളാക്കി, യുവാക്കളെ കടൽ കടക്കാൻ വേണ്ടി മുസ്ലിങ്ങളാക്കി അവരെ. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. മാലിക് ദീനെയും കൂട്ടരെയും നമ്മൾ സ്വീകരിച്ചു. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വരുമ്പോൾ ഹിന്ദുക്കൾ അവർ സ്വീകരിച്ചു. അവർക്ക് ചർച്ച ഉണ്ടായി കൊടുത്തു. ഈ ഒരു 4 വർഷം മുമ്പ് ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്ത്, നിങ്ങളുടെ നാട്ടിലെ ഈ ഉപദ്രവം ഉണ്ടോ എന്നറിയില്ല, ഈ പെന്തക്കോസ്റ്റ് പാതിരികളിൽ ഹിന്ദു വീട്ടിൽ മാത്രം വരും. സെറ്റ് സാരിയൊക്കെ എടുത്തൊരു 100-150 അമ്മമാര് ഒരു കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹാളിലേക്ക് പോകുന്നു. അപ്പൊ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആള് പറഞ്ഞു, നമ്മുടെ അമ്പലത്തിന് എന്തോ ഒരു പരിപാടി ഉണ്ടോ? കാരണം എല്ലാവരും കുറിയും തൊട്ടിട്ടുണ്ട്, ഇങ്ങനെ സെറ്റ് സാരി കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിന്റെ പരിപാടി ആ കുറ്റ്യാടി ഹാളിൽ ഇല്ലല്ലോ. നമ്മൾ അമ്പലത്തിന്റെ പരിപാടി ഒന്നും 5 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഹാളിൽ കൊണ്ടുപോയിട്ട് നടത്തില്ലല്ലോ. അപ്പൊ കൂടെ നമ്മൾ ആള് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, ശരീരത്തിൽ പാണ്ടുള്ള ഒരാളാണ് പ്രാർത്ഥനയ്ക്ക് വന്നത്. അവിടെ പെന്തക്കോസ്റ്റ് പാതിരിയാണ്. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഹിന്ദുക്കു സ്ത്രീകൾ മൊത്തം മുട്ടുകുത്തി കയ്യും മേലെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്, അലറി വിളിക്കുകയാണ് എന്തൊക്കെയോ അവരുടേതായ ഇത്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരൊറ്റ ക്രിസ്ത്യാനിയില്ല. കുറ്റ്യാടി എന്ന് പറഞ്ഞാൽ നിബിഡ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം, ഒരൊറ്റ മുസ്ലിം സ്ത്രീയുമില്ല. 150ഓളം ഹിന്ദു അമ്മമാര് പെങ്ങന്മാര് മാത്രം പ്രാർത്ഥനയും. നമുക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഗീതയിൽ ഭഗവാൻ പറയും, ശ്രേയാത് സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനിഷ്ഠിതാൻ സ്വധർമ്മേ നിധനം ശ്രേയം പരധർമ്മോ ഭയാവഹ. എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നത് എൻ്റെ ധർമ്മമാണ്,
ഒരു ഹിന്ദു നല്ല ഹിന്ദു ആയിരിക്കണം, ഒരു ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനി ആയിരിക്കണം, ഒരു മുസൽമാൻ നല്ല മുസൽമാനായിരിക്കണം. പക്ഷെ നിന്റെ മതം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിളമ്പരുത്. പട്ടിണി കിടക്കുന്നവനോട് അരി, കടല, ഗോതമ്പ്, പഞ്ചസാര കൊടുക്കാം, പക്ഷെ മതം മാറാൻ പറയരുത്. പട്ടിണിക്ക് മതമുണ്ടോ? ഇല്ല. ദാരിദ്ര്യത്തിന് മതമുണ്ടോ? രോഗത്തിനും മതമുണ്ടോ? ഒന്നുമില്ല. അപകടങ്ങൾക്ക് മതമുണ്ടോ? ഒന്നുമില്ല. പക്ഷെ അപകടത്തിലും രോഗത്തെയും ദാരിദ്ര്യത്തെയും ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം ചെയ്യുന്നതിനോടാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഹിന്ദുവാണെന്ന് പറയുവാൻ അഭിമാനിക്കാൻ എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയുന്ന ഹിന്ദുവാണ് ഒന്നാമത്തെ ഹിന്ദു. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഞങ്ങൾ വടകരയിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. താനൂരിലെത്തിയപ്പോൾ 3 പെൺകുട്ടികൾ ഞങ്ങൾ ട്രെയിനിൻ്റെ ഓപ്പോസിറ്റ് വന്നിരുന്നു. ഒരു മുസ്ലിം പെൺകുട്ടിയും 2 ഹിന്ദു പെൺകുട്ടികളും. മുസ്ലിം പെൺകുട്ടി തട്ട ഇങ്ങനെ വലിച്ച് താഴ്ത്തുന്നുണ്ട്, അവരുടെ മുടി ഞങ്ങൾ കാണാതിരിക്കാൻ. അതിലൊന്നും നമ്മൾ കൈ കടത്തരുത്, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഹിന്ദു പെൺകുട്ടി പാൻറ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല, മൊത്തം കീറി പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കരുതും ഇതൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയൊന്നുമല്ല, ഇത് പുതിയ പാൻറ്റാ. 4000-5000 രൂപയാണ് ഈ പാൻറ്റിൻ്റെ വില. തൻ്റെ ശരീരഭാഗങ്ങളെ പരമാവധി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണ് ഈ കുട്ടി. അതിലും നമ്മൾ ഇടപെടാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യം ഉള്ളതുപോലെ അവൾക്ക് അവളുടെ വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ ഈ പാൻറ് വിട്ടൊരു ചോദ്യമുണ്ട്, ഹിന്ദു ആയതിൽ അഭിമാനിക്കാൻ ഇപ്പം എന്താ ഉള്ളത്? എൻ്റെ പൊന്നു മോളെ, നിനക്ക് ഈ പാൻറ് ഇടാൻ പറ്റണമെങ്കിൽ നീ ഒരു ഹിന്ദു പെൺകുട്ടി ആയിരിക്കണം. ഈ തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ അടുത്ത തലമുറ ഇവിടെ ഇല്ലാത്തതുപോലെ ഈ ക്ഷേത്രത്തിലും വരാതെ പോകും. എപ്പോഴും കമ്മിറ്റിയിൽ 60, 70, 80 വയസ്സുള്ളവർ തന്നെ. പിന്നെ നിങ്ങൾ മരിച്ചുപോയാൽ എന്ത് ചെയ്യും എന്നുള്ളത് മറുപടി ഇല്ലാതെ പോകും. അതുകൊണ്ട് ഞാനിപ്പം പ്രഭാഷണങ്ങൾക്ക് വളരെ കുറവാണ്. ഞങ്ങൾ ഈ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള വൈഭവം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഇപ്പം നടത്തുന്നത്. കുട്ടികളെയാണ് രാമായണം. നിങ്ങൾ എറണാകുളം പാലാരിവട്ടത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് 10-ന് 1100 കുട്ടികൾ പങ്കെടുത്ത ഒരു വലിയ ശ്രീരാമരാജ്യം എന്നൊരു പ്രോഗ്രാം നടത്തി. 1100 കുട്ടികൾ. നിങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്ന് 250 കുട്ടികൾ പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത് ഈ ജില്ലയിൽ നിന്നായിരുന്നു. അപ്പൊ നമ്മൾ പറയും നമ്മുടെ ഹിന്ദു കുട്ടികളെ രാമായണം ഒന്നും പഠിപ്പിക്കാൻ കഴിയില്ല, അവര് അച്ചടക്കില്ല. അതൊക്കെ തെറ്റ്. കുറച്ച് കുട്ടികളെ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരഖില ഹാദിയായി എന്നതുകൊണ്ട് നാട്ടിലെ സകല കുട്ടികളും ഹാദിയാവോ? ആവില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാ സമൂഹത്തിലും ഉണ്ട്, എല്ലാ കാലഘട്ടത്തിലും എല്ലാ ലോകത്തിലും കാലത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. മൊബൈൽ ഫോണിന്റെ പ്രശ്നങ്ങളുണ്ട്, മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതി ലോകം മൊത്തം പ്രശ്നമാണെന്ന് പറയരുത്. അവസരങ്ങളുണ്ട്, നല്ല കുട്ടികളുണ്ട്, വളർത്തുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് ഭക്തിക്കൊപ്പം അറിവാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഹിന്ദുവിലേക്ക് കടന്നാൽ അതാണ് വിശ്വാസിയായ ഹിന്ദു. ഒന്നാമത്തെ ഹിന്ദു ഞാൻ പറഞ്ഞു തിരിച്ചറിവുള്ള ഹിന്ദു. രണ്ടാമത്തെ ഹിന്ദു വിശ്വാസിയായ ഹിന്ദു. ഭൂരിപക്ഷമുള്ളത് വിശ്വാസിയായ ഹിന്ദുവാണ്. ഞാൻ എങ്ങനെയാ ഹിന്ദു ആയത്? എൻ്റെ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെയാണ് നമസ്കരിച്ചത്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ നമസ്കരിച്ചു. അവരെങ്ങാൻ തലയിൽ വെച്ചാൽ നമസ്കരിച്ചെങ്കിലോ ഞാനും തലയിൽ വെച്ച് നമസ്കരിക്കും. ഒരു ഗുരുസ്വാമിയും കുറേ സ്വാമിമാരും കൂടി മലക്ക് പോവാ. വഴിയിൽ വെച്ച് ഗുരുസ്വാമി ഒരു അമ്പലത്തിൽ കയറിയപ്പോൾ ഈ കൽവിളക്ക് കിടന്നിട്ടൊരു വണ്ട് പിടക്കുന്നു. ഇത് കണ്ടപ്പോൾ ഗുരുസ്വാമിക്ക് ഒരു സങ്കടമായി. ഗുരുസ്വാമി വണ്ടിനെ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടു. അപ്പം കയ്യിൽ എണ്ണ പറ്റി. ഗുരുസ്വാമി തലയിൽ തുടച്ചു. അതിൻ്റെ പിറകിൽ നിന്ന് ഒരു സ്വാമി എണ്ണ കുത്തിയിട്ട് തലയിൽ തുടച്ചു. അതിൻ്റെ പിറകിൽ നിന്ന് ഒരു സ്വാമി എണ്ണ കുത്തിയിട്ട് തലയിൽ തുടച്ചു. അങ്ങനെ 30 സ്വാമിമാർ എണ്ണ കുത്തിയിട്ട് തലയിൽ തുടച്ചു. അടുത്ത കൊല്ലമായപ്പോൾ അവിടെ ഒരു ബോർഡ്, എണ്ണ കുത്തി തലയിൽ വെക്കാൻ 101 റുപ്യാണ്. ഹിന്ദുക്കൾ മൊത്തം ഷീട്ടുവാങ്ങി. ഇതാണ് രണ്ടാമത്തെ ഹിന്ദു. ഞാനിപ്പോൾ എന്തിനാ ഈ അമ്പലത്തിൽ വന്നതെന്ന് അറിയാത്ത ഹിന്ദു. നിന്റെ ദൈവം കല്ലാണെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം വിഗ്രഹമാണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ തിരിച്ചറിവില്ലാത്ത ഹിന്ദു. ഏകദൈവത്തിന്റെ വഴിയിലേക്ക് നീ വരണം, ദൈവം ഏകമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നീ ബഹുദൈവ വിശ്വാസിയാണ്. 33 കോടി ദൈവങ്ങളില്ല, ഞങ്ങളുടെ ദൈവം മാത്രമാണ് ശരിയെന്ന് പെന്തക്കോസ്റ്റുകാരൻ വീട്ടിൽ വന്ന് പറഞ്ഞാൽ വാ പിളർന്ന് അവന്റെ പിന്നാലെ പോകുന്ന ഹിന്ദു ഭക്തനാണ്. ഞാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞ മാസം ഒരു വീട്ടിൽ ചെന്ന സമയത്ത് കഴിഞ്ഞ വർഷം ചെല്ലുമ്പോൾ ആ വീട്ടിൽ ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാൾ സർവൻ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പണിക്കൊക്കെ വരും. അവരെ പിരിച്ചു വിട്ടു. അവരൊരു ഹിന്ദു സ്ത്രീയാണ്. ഈ അടുത്ത കാലത്ത് മതപരിവർത്തനം ചെയ്തതാ. അപ്പോൾ അവരെ പിരിച്ചുവിടാൻ കാരണം എന്താ? ഈ വീട്ടുകാരിയെ മതപരിവർത്തനം ചെയ്യാൻ നോക്കുകയാണ് അവർ. ആ ശമ്പളം കൊടുക്കുന്ന ആളെ മതപരിവർത്തനം ചെയ്യുന്നു. ഇത് തിരിച്ചറിവില്ലാത്ത ഹിന്ദുവാണ്. പെട്ടെന്ന് മതപരിവർത്തനം ചെയ്യുന്നു. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ കുരിശ് കഴുത്തിലിട്ട് നടക്കുന്നതാണ് പല ഹിന്ദു കുട്ടികളും. ഒരു കാരണവശാൽ ഹിന്ദുക്കൾ കുരിശ് കഴുത്തിലിടരുത്, ക്രിസ്ത്യാനിക്കാവാം. നമ്മുടെ വിശ്വാസപ്രകാരം ഒരാളെ കൊല്ലാൻ ഉപയോഗിച്ച ഉപകരണം കഴുത്തിലിടരുത്. യേശുദേവനോട് നമുക്ക് വലിയ ബഹുമാനം തന്നെയാണ്. യേശു എന്നല്ല നമ്മൾ പറയാം, യേശുദേവനാ. ശ്രീകൃഷ്ണനോട് ഒരുപാട് ബഹുമാനമുണ്ട്. എന്ന് വെച്ചാൽ ഭഗവാൻ സ്നേഹവിയോഗം ചെയ്തത് ഒരു അമ്പ് നിമിത്തമാക്കിയിട്ടാണ്. നമ്മളാരും അമ്പ് കഴുത്തിലിട്ട് നടക്കുമോ?
നമുക്ക് ഗാന്ധിയോട് ബഹുമാനോടെന്ന് കരുതി ഗാന്ധി മരിച്ചത് ഈ വെടിയേറ്റല്ലേ ഗാന്ധിജി മരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഗാന്ധിജിയോടുള്ള ബഹുമാനം കൊണ്ട് വെടിയുണ്ട കഴുത്തിലിട്ട് നടക്കുമോ? അപ്പൊ ഒരാളെ കൊല്ലാൻ ഉപയോഗിച്ച ഉപകരണം കഴുത്തിലിട്ട് നടന്നാൽ ഹിന്ദു വിശ്വസിക്കുന്നു അനർത്ഥങ്ങളുടെ ഘോഷയാത്ര വരുമെന്നാണ്. ആ വീട്ടിൽ സ്വൈര്യം ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. വീട്ടിലൊരു കുട്ടി കുരിശൂട്ടാണോ നടക്കുന്നത്, ഒരിക്കലും ആ വീട്ടിൽ സ്വൈര്യം കിട്ടില്ല. എന്തുകൊണ്ടാ? അതിക്രൂരമായിട്ട് ഒരു മനുഷ്യനെ കൊല്ലുവാൻ ഉപയോഗിച്ച ഉപകരണമാണ് കുരിശ്. അത് അവരുടെ വിശ്വാസത്തിൽ ശരിയാണ്, നമ്മുടെ വിശ്വാസത്തിൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ വിശ്വാസിയായ ഹിന്ദു, ഭക്തനായ ഹിന്ദു, അതിപ്പോ എണ്ണം കൂടി വരിക. എല്ലാ ക്ഷേത്രത്തിലും ഇങ്ങനെ ആളുകളാണ്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ജ്ഞാനം കൂടി കയറിയാൽ 2014 കേരള സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ ഹിന്ദുക്കൾ എത്രയാണെന്നറിയോ? 95. 4 ക്രിസ്ത്യാനി, 1 മുസ്ലിം. ഇതെന്റെ കണക്കല്ല കേട്ടോ. 2014 കേരള സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു ആവുന്ന എന്തുകൊണ്ടാ? ക്രിസ്ത്യാനിക്ക് ഒരൊറ്റ ബൈബിളേ ഉള്ളൂ, മുസൽമാൻ ഒരു ഖുറാനേ ഉള്ളൂ. നമ്മുടെ സ്ഥിതി എന്താ? ഇതെത്ര വേദാണ്, 108 ഉപനിഷത്താണ്, 64 കലകളാണ്, 18 പുരാണാണ്, 2 ഇതിഹാസമാണ്. നിങ്ങളുടെ പഞ്ചായത്ത് മൊത്തം വേണ്ടിവരും നമ്മുടെ പുസ്തകം നിരത്തി വെച്ചാൽ. ദൈവങ്ങളാണെങ്കിൽ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയതുപോലെ ഇഷ്ടമുള്ള ദൈവത്തെ തെരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. ആചാര്യന്മാർ, ഗുരു പരമ്പര എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എത്ര പേരാ ഗുരുക്കന്മാർ. എന്നിട്ട് ഹിന്ദുക്കൾ എന്താ ആത്മഹത്യ ചെയ്യാൻ കാരണം? ഭക്തനാണ്, ജ്ഞാനമില്ലാതെ പോയി. ഞാൻ ഭക്തനാണ്, പക്ഷെ ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല കേട്ടോ. ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥമോ അതും എന്നോട് ചോദിക്കരുത്. അച്ഛൻ പറഞ്ഞത് മതം എന്ന കോളത്തിൽ റിലീജിയൻ എന്നൊരു കോളമില്ലേ നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ, അവിടെ ഹിന്ദു എന്ന് പൂരിപ്പിക്കാൻ പറഞ്ഞു. തൊട്ടപ്പുറം വാലുണ്ടാവൂലേ, കാസ്റ്റ്, നായര്, നമ്പൂതിരി, ഈഴവൻ, പുലയൻ എന്നൊക്കെ പൂരിപ്പിച്ച ഒരു കോളമുണ്ട്. അപ്പൊ നമുക്കറിയാം സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു പുലയ, ഹിന്ദു നായർ എന്ന് പൂരിപ്പിച്ചു എന്നല്ലാതെ ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം എനിക്കറിയില്ല. നിന്റെ ദൈവം കല്ലുകളല്ലേ, എനിക്കറിയില്ല. അപ്പൊ ഇവിടെയാണ് രണ്ടാമത്തെ ഹിന്ദുവിൽ അറിവ് നടക്കണം. നമ്മുടെ മണ്ണിന് 3 പേരുണ്ട്. 1 ഇന്ത്യ, 2 ഭാരതം, 3 ഹിന്ദുസ്ഥാൻ. ഈ മണ്ണിന്റെ ശരിയായ പേര് ഹിന്ദുസ്ഥാൻ എന്നാണ്. അതുകൊണ്ടാണ് HP എന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ? പെട്രോൾ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം. HMD എന്ന് പറഞ്ഞൊരു കമ്പനി ബ്രിട്ടീഷുകാർ തുടങ്ങിയ കമ്പനിയാണ്. നമ്മളെ കോളനിയാക്കി അടിമകളാക്കി ഭരിച്ച കമ്പനി തുടങ്ങിയത് ബ്രിട്ടീഷുകാരാ. അത് ഇന്ത്യയിൽ തുടങ്ങിയത് കൊണ്ട് ഇന്ത്യൻ കമ്പനി എന്നല്ല പേരിട്ടത്. HMD, ഹിന്ദുസ്ഥാൻ മെഷീൻസ് ആൻഡ് ടൂൾസ് എന്നാണ് അതിന്റെ പേര്. HBC, ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷൻ. നമ്മൾ അറേബ്യയിൽ ചെന്ന് കഴിഞ്ഞാൽ അറബികൾ നമ്മൾ വിളിക്കുന്നത് ഹിന്ദികൾ എന്നാ, ഹിന്ദുസ്ഥാനികൾ. ഹിമാലയം സമാരഭ്യ യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷതേ എന്ന് വിഷ്ണുപുരാണം പറയും. ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്നവൻ ഹിന്ദു. ഏതാണ് ഹിന്ദുസ്ഥാൻ? ഹിമാലയം സമാരഭ്യ, വടക്ക് ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച് യാവതിന്ദു സരോവരം, ഇന്നത്തെ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്ന സിന്ധു മഹാസാഗരം വരെ, തം ദേവനിർമ്മിതം ദേശം, ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ഭൂപ്രദേശം, ഹിന്ദുസ്ഥാനം പ്രജക്ഷത. ആ മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാൻ. നമ്മുടെ നാട് എത്ര സുന്ദരമാണ്. നമ്മുടെ നാടിനെ പോലെ മനോഹരമായൊരു നാട് എവിടെയാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ മണ്ണിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം ലോകത്തിൽ എവിടെ കിട്ടും? 2 മാസം മുമ്പ് നിങ്ങളെല്ലാം പത്രം വായിക്കുന്നവരായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. മാതൃഭൂമിയിൽ ഒരു ലേഖന പരമ്പര വന്നിരുന്നു, അഫ്ഗാനിസ്ഥാനെ കുറിച്ചൊരു ലേഖന പരമ്പര. MBBS 4ാം വർഷം പഠിക്കുന്ന മുസ്ലിം കുട്ടികൾ മാത്രമുള്ള, അവിടെ മുസ്ലിങ്ങളാണല്ലോ, 99% മുസ്ലിങ്ങളാണ്. ആ കോളേജിലേക്ക് ഭീകരന്മാർ കയറി വരികയാണ് തോക്കുമായിട്ട്. MBBS 4ാം വർഷം പഠിക്കുന്ന പെൺകുട്ടികളോട് പറയുകയാണ്, പഠിപ്പ് നിർത്തണം, നാളെ മുതൽ തുന്നൽ പണിക്ക് പോകണം. തുന്നൽ പണി മോശം പണിയല്ല, നല്ല പണിയാണ്. പക്ഷെ MBBS പഠിക്കുന്ന കുട്ടിയോട് നാളെ മുതൽ തുന്നൽ പണിക്ക് പോകാൻ പറഞ്ഞാലോ? സ്ത്രീകൾ ഡോക്ടേഴ്സ് ആവരുത്, സ്ത്രീകൾ എഞ്ചിനീയേഴ്സ് ആവരുത്. സ്ത്രീകൾ ഫുട്ബോൾ കളിച്ചപ്പോൾ അന്ന് ഫുട്ബോൾ കളിക്ക് നേതൃത്വം നൽകിയ സ്ത്രീയെ പട്ടാപ്പകൽ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിലിട്ട് തലയറുത്ത് കൊന്നുകളഞ്ഞു. ഹിന്ദു സ്ത്രീകൾ മഹാഭാഗ്യവതികൾ. നിങ്ങൾക്ക് രാഷ്ട്രപതിയാകാം, നിങ്ങൾക്ക് ഭാരതത്തിൽ പ്രധാനമന്ത്രിയാകാം, നിങ്ങൾക്ക് രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകാം, നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാം, നിങ്ങൾക്ക് MLA ആകാം, MP ആവാം, എന്തു ആവാം. 33 കോടി ദൈവങ്ങളിൽ നിങ്ങളുടെ സംവരണം 60%. ദേവിയും ഭഗവതിയാ കൂടുതൽ. ശക്തി സ്വരൂപിണി ദുർഗ.
വിദ്യാസ്വരൂപിണി സരസ്വതി, സർവ ഐശ്വര്യങ്ങളുടെയും പ്രതീകമായിട്ട് ലക്ഷ്മി ദേവി. സ്ത്രീയായി പോയി എന്നത് ഒന്നിന്റെയും പരിമിതിയല്ല. അതുകൊണ്ട് രഹന ഫാത്തിമ എന്ത് പറഞ്ഞാലും, കനകദുർഗയും ബിന്ദു എന്ത് പറഞ്ഞാലും സ്ത്രീ പുരുഷ സമത്വം എന്ന വാക്കിന് ഭാരതത്തിൽ ഒരു പ്രസക്തിയില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മലപ്പുറത്ത് ഞാനൊരു ക്ഷേത്രത്തിൽ ചെന്നു. നമ്മുടെ കൊട്ടിയൂർ പോലുള്ളൊരു അമ്പലം, വെള്ളത്തിലാണ് ക്ഷേത്രം. അർദ്ധനാരീശ്വര ക്ഷേത്രമാണ്. പാതി ശിവനും പാതി പാർവതിയും. ഇതാണ് പ്രകൃതിയുടെ സങ്കല്പം. ആണില്ലാതെ പെണ്ണില്ല, പെണ്ണില്ലാതെ ആണില്ല. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നമ്മളോട് ഒരാൾ ചോദിക്കുന്നു, ഇടത് കണ്ണാണോ കൂടുതൽ ഇഷ്ടം, വലത് കണ്ണാണോ? നമ്മൾ എന്താ പറയാ? ഇടത് കണ്ണും വലത് കണ്ണും നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണെന്നതുപോലെ പ്രകൃതിയുടെ 2 ഭാവമാണ്, ഒന്ന് പുരുഷൻ ഒന്ന് സ്ത്രീ. സ്ത്രീയായി പോയി എന്നത് യോഗ്യതയല്ല, പുരുഷനായി പോയി എന്നത് അയോഗ്യതയുമല്ല. പുരുഷനായി എന്നത് യോഗ്യതയോ അയോഗ്യതയോ അല്ലെന്ന് മനസ്സിലാക്കണം. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്ന നാടാണ് എൻ്റേത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഹിന്ദുസ്ഥാന്റെ പേരാണ്, ഈ രാഷ്ട്രത്തിന്റെ പേരാണ് ഹിന്ദുസ്ഥാൻ. അവിടെ ജീവിക്കുന്നവൻ ഹിന്ദു. അതുകൊണ്ടാണ് 1995 ഡിസംബർ 11 സുപ്രീം കോടതി പറഞ്ഞു, ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വ? സുപ്രീം കോടതി പറഞ്ഞു, ഹിന്ദുത്വ ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് ദ വേ ഓഫ് ദ ലൈഫ് ഓഫ് ദ നേഷൻ. ഹിന്ദുത്വം ഒരു മതമല്ല, അത് ഈ രാഷ്ട്രത്തിന്റെ ജീവിത പദ്ധതിയാണ്. അതുകൊണ്ട് 143 കോടി ജനങ്ങളുടെയും സാംസ്കാരിക നാമമാണ് ഹിന്ദു. ഇതിൽ 20 കോടി ആളുകൾ പള്ളിയിൽ പോകും, അത് മുസ്ലിങ്ങളാണ് മതപരമായിട്ട്. 6 കോടി ആളുകൾ ചർച്ചിൽ പോകും, അവർ മതപരമായിട്ട് ക്രിസ്ത്യാനിയാണ്. നമ്മൾ മതപരമായിട്ട് ഹിന്ദുക്കളായതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ വന്നത്. മതപരമായ ഹിന്ദു ഉണ്ട്, സാംസ്കാരിക ഹിന്ദു ഉണ്ട്. സാംസ്കാരികമായിട്ട് ഈ മണ്ണിൽ ജീവിക്കുന്ന എല്ലാവരുടെയും പേര് ഹിന്ദു എന്നാണ്. അപ്പോ ഈ രാഷ്ട്രത്തിന് 3 പേരുണ്ട്. അതിൽ ഹിന്ദു ആരാണെന്ന് ചോദിച്ചാൽ, ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്നവർ ഹിന്ദു. ഹിമാലയം സമാരഭ്യ യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ എന്ന് പറഞ്ഞു കൊടുത്താൽ ആ പ്രശ്നം തീരും. ഈ രാഷ്ട്രത്തിന്റെ 2ാമത്തെ പേരാണ് ഭാരതം. ഭാരതം ഭാസിൽ രമിക്കുന്നത്, പ്രകാശത്തിൽ രമിക്കുന്നത് ഭാരതം. പ്രകാശത്തിൽ രമിക്കുന്നവൻ ഭാരതീയൻ. 3ാമത്തേത് ഇന്ത്യ. അതൊരു റീസെന്റ് ഒരു 500 കൊല്ലത്തിനിടയ്ക്ക് നമുക്ക് കിട്ടിയൊരു പേരാണ്. ഈ മണ്ണിന്റെ പൂർവികമായ പേര് ഹിന്ദുസ്ഥാൻ എന്നും ഭാരതമെന്നും അറിയണം. അപ്പൊ ഹിന്ദു. 2ാമത്, ഞാൻ ക്ഷേത്രവിശ്വാസിയാണ്. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് ക്ഷേത്രം. ക്ഷയം എന്നാൽ നാശം. നാശത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നു ക്ഷേത്രം. അപ്പൊ എനിക്കൊരു 10 ലക്ഷം രൂപയുടെ കടയുണ്ട്, ഒരു പണിക്കും പോകുന്നില്ല. ഭഗവതിയോട് എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥന. ഭഗവതി ഈ കട ഏറ്റെടുക്കുമോ? പരീക്ഷയുടെ തലേദിവസം വരെ മൊബൈൽ ഫോൺ ഇങ്ങനെ കളിച്ച് പരീക്ഷയുടെ തലേദിവസമായപ്പോ 1 ലിറ്റർ വെളിച്ചെണ്ണ ഭഗവതിക്ക് പേന പൂജിക്കാനും പരീക്ഷ ഭഗവതി എഴുതുമോ? ഇല്ല. ജീവിതത്തിൽ ദുരിതങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ദൈവത്തെ കുറ്റം പറയുന്ന ഒരുപാട് ആളുകളെ കാണാം. ഞാനൊരു മരിച്ച വീട്ടിൽ ചെന്നപ്പോ, മരിച്ചത് താരാമ്മേന ഒരു 45 വയസ്സുള്ള ആളാണ്. അപ്പൊ അവിടെയുള്ള ഇവരുടെ അമ്മ പറയാണ്, അമ്മയും ഇവരൊക്കെ ഭക്തന്മാരാ, ഇവൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നതിനാണ്, ഇവൻ ശബരിമലയിൽ പോകുന്നതിനാണ്, ഇവൻ മരിച്ചുപോയി. ഇപ്പൊ ശബരിമലയിൽ പോകുന്ന ആൾ മരിക്കൂല? ആലോചിച്ച് നോക്കൂ. ആളുകൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങള്, ഭഗവാൻ ഗീതയിൽ പറയും, ചതുർവിധ ഭജന്തേമാം, 4 ടൈപ്പ് ആളുകളാണ് എന്നെ ആരാധിക്കുന്നത്. ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരദർഷഭ. ആർത്തൻ, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവന് എന്നെ വേണം, പ്രയാസങ്ങളുള്ളവൻ എന്നെ വേണം, രോഗമുള്ളവൻ എന്നെ വേണം. അവന്റെ പ്രശ്നങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാൻ അവൻ ആശ്വാസത്തിൽ. അതുകൊണ്ടാണ് ഈ ഗുരുവായൂരിൽ എപ്പോഴും ആളുകളാണ്. അതിലൊരുപാട് പ്രശ്നമുള്ള ആളുകളെ കാണാം. അവിടെ ഒരു ചില ഭാഗങ്ങളിലൊക്കെ ഇരുന്നിട്ട് ചില അമ്മമാര്, ചില ആളുകളൊക്കെ ഇങ്ങനെ നാമം ജപിക്കുന്നതാണ്. അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ അവർ പറയും, ഗുരുവായൂരിൽ വന്ന എന്താണെന്നറിയില്ല, ഒരു പോസിറ്റീവ് വൈബാണ്. ചുമ്മാ അവിടെ അങ്ങോട്ട് ഇരുന്നാൽ മതി, മനസ്സിനൊരു ശാന്തി, സമാധാനം. അപ്പൊ ഇത് കിട്ടുന്ന സ്ഥലമാണ് ഗുരുവായൂർ അല്ലെങ്കിൽ ഈ ക്ഷേത്രാങ്കണം എന്ന് പറയുമ്പോൾ, ക്ഷയത്തിൽ നിന്ന് എൻ്റെ ചിന്തകളിലാണ് എൻ്റെ പ്രശ്നം മൊത്തം കിടക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, ചിന്തകളാണ് വാക്കായിട്ട് വരുന്നത്, ചിന്തകളാണ് പ്രവൃത്തിയായിട്ട് വരുന്നത്. അതുകൊണ്ട് വാക്കിനെ വാണി എന്ന് പറയും, വാണിയെ സരസ്വതി എന്ന് പറയും. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വീണ് കിടക്കുന്ന ദുര്യോധന്റെ തുടയ്ക്ക് വീണ്ടും ഇടിച്ച് ചമ്മന്തി പരുവത്തിലാക്കിയാണ് ഭീമൻ. ഇത് കണ്ടപ്പോ ഭഗവാൻ ചോദിച്ചു, ഭീമ, എന്താ ഇവനോട് നിനക്ക് ഇത്ര വെറുപ്പ് എന്ന് ചോദിച്ചു. കൗരവ രാജസദസ്സിൽ വെച്ച് ഇവൻ എൻ്റെ ഭാര്യ ദ്രൗപദിയോട് പറഞ്ഞു, ഈ തുടയിൽ വന്നിരിക്കടി എന്ന്. അതുകൊണ്ട് ഈ തുട ഞാൻ ബാക്കി വെച്ചേക്കില്ല. എന്നിട്ട് ഭീമൻ പൊതുവെ ഫിലോസഫി ഒന്നും പറയാത്ത ആളാ. ഭീമൻ പറയാ, ഭഗവാനെ കൃഷ്ണ, വാളുകൊണ്ടുള്ള മുറിവ് വേഗം ഉണങ്ങും, വാക്കുകൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങില്ല.
വാക്കിന് വാണി എന്നും വാണിയെ സരസ്വതി എന്നും വിളിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് വാക്കുകൊണ്ട് ആരെയും മുറിവേൽപ്പിക്കാൻ പാടില്ല എന്നാണ് ഭാരതം പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് മുറിവേറ്റവരും മുറിവേൽപ്പിച്ചവരുമാണ്. ഏറ്റ മുറിവ് മറക്കാനും ഏൽപ്പിച്ച മുറിവിന് പ്രായശ്ചിത്വം ചെയ്യണം. നമ്മൾ പറയാൻ പാടില്ലാത്തൊരു വാക്ക് അച്ഛനോട് പറഞ്ഞു പോയി, അച്ഛൻ മരിച്ചിട്ട് കുറെ കാലമായി, പക്ഷെ ആ വാക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുറ്റബോധമായി നിൽക്കുന്നുവെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു ശയന പ്രദക്ഷിണം ചെയ്താൽ മതിയാവും. അപ്പൊ ശയന പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞാൽ മരിച്ചു അച്ഛനോടുള്ള പ്രശ്നം തീരുമോ? നമ്മുടെ മനസ്സ് റിലാക്സ് ആവും. അപ്പൊ നമ്മൾ പറയാറുണ്ട് ബലിയിടുക. ബലിയിടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 13 കൊല്ലമായി. നമ്മുടെ വിശ്വാസപ്രകാരം അച്ഛൻ്റെ കയ്യിലിരിപ്പ് പോലെ അച്ഛന് വേറെ ജന്മം കിട്ടിയിട്ടുണ്ടാവും. പൂന്താനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പലതുമായിട്ട് ജനിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ഞാനെന്തിനാ ഇപ്പം മരിച്ചു അച്ഛനും മുത്തച്ഛനൊക്കെ ബലിയിടുന്നത്? ബലിയിടുന്നത് അച്ഛന് വേണ്ടിയിട്ടല്ല. ബലി എന്ന വാക്കിന്റെ അർത്ഥം ബലപ്പെടുത്തുക. എനിക്ക് ഈ ശരീരം നൽകിയത് എൻ്റെ അച്ഛനും അമ്മയും ചേർന്നിട്ടാ. അതുകൊണ്ട് 7 തലമുറ പിറകിലേക്ക് സങ്കല്പിച്ച് കർക്കിടകത്തിലും തുലാമാസത്തിലൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ പൂർവികന്മാരോട് ഞാൻ നന്ദി കാണിക്കുന്നു. ഈ കർച്ചീഫ് താഴെ വീണു. തുടരാം അല്ലേ? ഈ കർച്ചീഫ് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് വേഗം പറയുന്നൊരു വാക്കാണ് താങ്ക്സ് എന്ന്. ചെറിയ ചെറിയ പ്രവർത്തികൾക്ക് പോലും ഒരു ദിവസം ഒരുപാട് താങ്ക്സ്, നന്ദി പറയുന്നവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ശരീരം നൽകിയ നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ കടമേതാ? പൊതുവേ നമ്മൾ ഹിന്ദുക്കൾ പറയാറുണ്ട്, ഹിന്ദുക്കൾക്കൊരു ജീവിത പദ്ധതിയില്ല. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കെല്ലാം കൃത്യമായൊരു ജീവിത പദ്ധതിയുണ്ട്. അവർ വെള്ളിയാഴ്ച കൃത്യമായിട്ട് പള്ളിയിൽ പോകും, ഞായറാഴ്ച ചർച്ചിൽ പോകും, വർഷത്തിൽ റംസാൻ വ്രതം എടുക്കും. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട്, ഞങ്ങൾക്കില്ല. നമ്മൾക്കില്ല എന്ന് ആരാ പറഞ്ഞ്? ഇത് മറച്ചു നോക്കാതെ മനസ്സിലാവുമോ? ഈ മതങ്ങളെല്ലാം ജനിക്കുന്നതിൻ്റെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് 16 കാര്യങ്ങൾ ഹിന്ദുക്കളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഷോഡശ സംസ്കാരം. ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ ഹിന്ദു അറിയേണ്ട 16 കാര്യം നമുക്ക് പിന്നീട് പറയാം. ഒരു സ്ത്രീ എപ്പോൾ ഗർഭം ധരിക്കണം, കല്യാണം കഴിച്ചിട്ട് എപ്പോൾ ഗർഭം ധരിക്കണം, തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം, ഗർഭിണി 10 മാസം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. ആധുനിക ശാസ്ത്രം നാണിച്ചു പോകും നമ്മുടെ ആചാര്യന്മാർ കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ്. പ്രസവിച്ച് കഴിഞ്ഞ ആ കുഞ്ഞ് ആണോ പെണ്ണോ ആരെങ്കിലും ആവട്ടെ, 90ാമത്തെ വയസ്സിൽ മുത്തച്ഛനായി മരിച്ചാൽ ചെയ്യേണ്ട കർമ്മമാണ് അന്ത്യേഷ്ടി കർമ്മം, അഗ്നിക്ക് കൊടുക്കുക. ഈ അന്ത്യേഷ്ടി കർമ്മം വരെ ഹിന്ദുക്കൾ അറിഞ്ഞിരിക്കേണ്ട 16 കാര്യങ്ങളുടെ പേരാണ് ഷോഡശ. അതിലൊന്നാണ് പഞ്ചമഹായജ്ഞം. പഞ്ചമഹായജ്ഞം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ്. സിമ്പിളാണ്, ഭക്തരായ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്, പേര് കേട്ട് പേടിച്ചു പോണ്ട. പഞ്ചമഹായജ്ഞം. ഒന്നാമത്തേത് ബ്രഹ്മയജ്ഞം, പഠിക്കുക, പഠിപ്പിക്കുക. എന്തെങ്കിലും ഒരു നല്ല കാര്യം ദിവസം പഠിക്കണം, എന്തെങ്കിലും ഒരു നല്ല കാര്യം ദിവസം കേൾക്കണം, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അന്നത്തെ ബ്രഹ്മയജ്ഞം കഴിഞ്ഞു. രണ്ടാമത്തെ ദേവയജ്ഞമാണ്. ഒന്ന് അമ്പലത്തിൽ വന്ന ദേവയജ്ഞം കഴിഞ്ഞു. സന്ധ്യക്ക് വിളക്ക് വെച്ച് ഒന്ന് ജപിച്ചാൽ ദേവയജ്ഞം കഴിഞ്ഞു. ദൈവിക കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ദിവസം ആ വിളക്ക് വെക്കാത്ത വീടുണ്ടാവില്ലല്ലോ. അമ്പലത്തിൽ വരാത്തവർ വളരെ അപൂർവമായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ വരും. ഇതാണ് ദേവയജ്ഞം. മൂന്നാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പിതൃയജ്ഞം. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണം. വൃദ്ധസദനങ്ങൾ ഹിന്ദുവിൽ എവിടെയില്ല. ഈ 100 കൊല്ലത്തിനിടയ്ക്ക് വന്ന സായിപ്പ് വന്നതിന് ശേഷം അവിടെ ഡേ കെയർ യൂണിറ്റുകളുണ്ട്. ഇപ്പോൾ ഇറ്റലിയിലാണ് കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ വൃദ്ധന്മാർ മരിച്ചത്. 60 വയസ്സ് കഴിഞ്ഞാൽ ഒരൊറ്റ ആളും വീട്ടിലേക്കില്ല, എല്ലാവരെയും കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇടും, അല്ലെങ്കിൽ അവർ സ്വയം പോകും. ഓൾഡ് ഏജ് ഹോമുകൾ എന്ന് പറയും. അപ്പൊ അങ്ങനെയല്ല ഭാരതത്തിന്റെ സിസ്റ്റം. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. അമ്മയാണ് ഒന്നാമത്തെ ദൈവം, അച്ഛനാണ് 2ാമത്തെ ദൈവം. അതാണ് പിതൃയജ്ഞം. ജീവിച്ചിരിക്കുമ്പോൾ കണ്ണിലെ കൃഷ്ണമണി പോലെ അവരെ സ്നേഹിച്ച് പരിലാളിച്ച് സംരക്ഷിക്കണം. ഒപ്പം മരിച്ചാൽ ബലികർമ്മങ്ങൾ ചെയ്യണം. 4ാമത്തെയാണ് നരയജ്ഞം, മനുഷ്യനെ സേവിക്കണം. ഇപ്പൊ നമ്മൾ ഉത്സവങ്ങൾക്കൊക്കെ വേണ്ടി ഒത്തിരി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കും, അതൊക്കെ വേണം, ഉത്സവങ്ങളൊക്കെ അങ്ങനെ വേണം. പക്ഷെ തൊട്ടടുത്ത വീട്ടിലെ ഹിന്ദു ദാരിദ്ര്യം കൊണ്ട് മതം പരിവർത്തനം ചെയ്യുന്നുണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാറില്ല. എൻ്റെ നാട്ടിലാണ്, നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ വലിയൊരു തർക്കം. ഒരാന മതി എന്ന് അമ്പല കമ്മിറ്റിക്കാർ, 5 ആന വേണമെന്ന് അവിടുത്തെ വേറെ കമ്മിറ്റിക്കാർ തർക്കമാണ്. 35 ലക്ഷം രൂപ വേണം ഇത് നടത്തി കൊണ്ടുപോകാൻ. അതാണ് തർക്കം. ഒക്കെ വേണം, ഉത്സവത്തിനൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ ചിന്മയാനന്ദ സ്വാമികൾ ഒരിക്കൽ പറയുകയുണ്ട, ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടാവണം. ആരാ പറയുന്നത്? BJP RSSന്റെ നേതാവൊന്നുമല്ല.
ഹിന്ദു വോട്ട് ബാങ്ക് വേണമെന്ന് പറയുന്നത് ലോകപ്രശസ്തനായ ഒരു സന്യാസിയാണ്, ചിന്മയാനന്ദ സ്വാമികൾ. സ്റ്റേജിൽ ഇറങ്ങി താഴെ ഇറങ്ങിയപ്പോൾ പത്രക്കാർ ചുറ്റും കൂടി. എന്ത് വർത്താനാണ് സ്വാമി നിങ്ങൾ പറഞ്ഞത്? ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ഋഷിവര്യനായ അങ്ങ് ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് പറയാൻ പാടുണ്ടോ? വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെ ആരായിരിക്കണമെന്ന് ഹിന്ദുക്കൾ തീരുമാനിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? ഇത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് സ്വാമിജി പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, ഈ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയാൻ കുറച്ച് ആള് ബാക്കിയാവണ്ടേ? ഇത് വേറെ ആര് പറയും? മതങ്ങൾ പറയുന്നത് ഓൺലി എന്നാണ്. ഓൾസോ എന്ന് പറയാൻ ഹിന്ദുവിനല്ലേ കഴിയുള്ളൂ. നിങ്ങൾ ഖുർആനും ബൈബിളും മൊത്തം വായിച്ചോളൂ, ഓൾസോ എന്ന വാക്ക് അതിലില്ല. ഇത് മാത്രമാണ് ശരിയെന്നാണ്. ഓൺലി ആണ്, ഓൺലി വേ. അപ്പൊ ഓൾസോ എന്ന് പറയണമെങ്കിൽ ഈ സംസ്കാരം ജീവിച്ചിരിക്കണ്ടേ? ആ സംസ്കാരം ജീവിച്ചിരിക്കണമെങ്കിൽ സംസ്കാരത്തിന് മുറിവേൽപ്പിക്കുന്ന ഒന്നും ഉണ്ടാവാൻ പാടുണ്ടോ? അപ്പൊ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, തിരിച്ചറിവുള്ള ഭക്തനെ സൃഷ്ടിച്ചെടുക്കുക. രണ്ടാമത്തെ ഹിന്ദു ഭക്തനായ ഹിന്ദു, വിശ്വാസിയായ ഹിന്ദു. ഇനി ഹിന്ദുവിന്റെ ദൈവങ്ങൾ കല്ലുകളാണോ? ഹിന്ദുക്കൾ കല്ലിനെ ആരാധിക്കുന്നവരാണെങ്കിൽ ഈ മതിലൊക്കെ കെട്ടിയത് കല്ലുകൊണ്ടല്ലേ? നിങ്ങൾ ആരെങ്കിലും രാവിലെ വന്നിട്ട് ഈ മതിലിനെ ആരാധിക്കാറുണ്ടോ? ഇല്ല. നിങ്ങളുടെ വീട്ടിൽ കല്ലില്ലേ? നിങ്ങൾ കല്ലിനെ ആരാധിക്കാറുണ്ടോ? ഇല്ല. ഹിന്ദുവിന്റെ ദൈവം കല്ലാണെന്ന് ഇവിടുത്തെ ഒരാളും നമ്മളെ പഠിപ്പിക്കണ്ട, ഞങ്ങൾക്കറിയാം. ലക്ഷണമൊത്തൊരു കൃഷ്ണശിലയിൽ നിന്നൊരു ശില്പി ഭഗവതിയെ വേർതിരിച്ചെടുത്താൽ അതിൻ്റെ പേര് ശില്പം എന്നാണ്, ഭഗവതി എന്നല്ല. അയാൾ ശില്പിയാണ്, ഇത് ശില്പമായി. ആ ശില്പം കൊണ്ടുവന്ന് ഇവിടുത്തെ ഓഫീസിൽ വെച്ചാൽ ഹിന്ദുക്കൾ ആരും പോയിട്ട് അവിടെ ആരാധന നടത്തില്ല. അഷ്ടബന്ധ കലശത്തിൽ ഉറപ്പിച്ച് ശ്രീകോവിലിനുള്ളിൽ തന്ത്രിവര്യൻ പ്രാണപ്രതിഷ്ഠയെ ചെയ്യുമ്പോഴാണ് ശില്പം വിഗ്രഹമായി തീരുന്നത്. അതുകൊണ്ടാണ് വിഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ. ഒരു വസ്തുവിലൂടെ നിങ്ങളൊരു മഹാതത്വത്തെ ഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേര് വിഗ്രഹം. ഞാൻ തൊട്ടടുത്ത തുണിക്കടയിൽ ചെല്ലുന്നു, 3 നിറത്തിലുള്ള തുണികൾ വാങ്ങുന്നു. ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയിട്ട്, എറണാകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയിട്ട് കത്തിക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? പോക്കറ്റിലെ പൈസ പോയി എന്നല്ലാതെ 3 നിറത്തിലുള്ള തുണികൾ കത്തിച്ചാൽ ഇപ്പം എന്താ കേസ്? ഒരു കേസുമില്ല. ഞാൻ തൊട്ടടുത്ത തുണിക്കടയിൽ ചെല്ലുന്നു, 3 നിറത്തിലുള്ള തുണികൾ ഉണ്ടാക്കിയ ദേശീയ പതാക വാങ്ങുന്നു, എറണാകുളം പോലീസ് സ്റ്റേഷൻ മുന്നിൽ പോയി കത്തിക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചെറിയൊരു കുഴപ്പമുണ്ട്. നിങ്ങൾ എന്നെ കാണാൻ പിന്നെ സെൻട്രൽ ജയിലിൽ വരണ്ടേ 2 കൊല്ലം. 3 തുണികൾ വെവ്വേറെ കത്തിച്ചപ്പോൾ കുഴപ്പമില്ല. ആ 3 തുണികൾക്കിടയിലൂടെ ഒരു നൂല് കടന്നു പോയിട്ട് അതിനെ ദേശീയ പതാക എന്ന് വിളിച്ചപ്പോൾ, അത് ഈ രാജ്യത്തിന്റെ പ്രതീകമായി ദേശീയ പതാക ഉയർത്തുമ്പോൾ കുങ്കുമം മേലെ പച്ച താഴെ വരണം. ഈ തല മാറ്റി കെട്ടിയാൽ പോലും ക്രൈമാണത്, അത് തെറ്റാണ്. കടയിൽ കിടന്ന ജീവനില്ലാത്ത തുണി ദേശീയ പതാകയായി മാറിയപ്പോൾ അതിനെ ബഹുമാനിക്കാൻ അറിയാവുന്നവൻ ഹിന്ദുവിന്റെ ദൈവങ്ങളെ കല്ലുകൾ എന്ന് വിളിക്കുന്നു. നമ്മുടെ നാട്ടിൽ 1,900 പാർട്ടികളുണ്ട്. ഇവർക്കെല്ലാവർക്കും കൊടിയുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, BJPക്ക്, CPM-ന്, ലീഗിന് എല്ലാവർക്കും കൊടിയുണ്ട്. നിങ്ങളൊരു കൊടി കത്തിച്ചു നോക്കൂ. കത്തിക്കണ്ട കേട്ടോ, കൊടി കത്തിച്ചു നോക്കൂ, വിവരറിയും. വീട്ടിൽ വന്ന് തല്ലും. കടയിൽ കിടന്ന തുണി പാർട്ടിയുടെ കൊടിയായാൽ പാർട്ടിയുടെ ആശയമാണത്. അത് ചുവന്ന തുണിയോ പച്ച തുണിയോ കാവി തുണിയോ അല്ല. അപ്പൊ നാട്ടിലെ ജീവനില്ലാത്ത തുണിയിലൂടെ പാർട്ടിയെ കാണുന്നവർക്ക് ഹിന്ദുവിന്റെ ദൈവങ്ങളോട് പുച്ഛം. അവരോട് പറഞ്ഞു കൊടുക്കണം, സുഹൃത്തെ, വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ. വസ്തുവിലൂടെ തത്വത്തെ ഗ്രഹിക്കുന്നവരാണ് ഹിന്ദു. പ്രാണപ്രതിഷ്ഠ ചെയ്യാത്ത, തന്ത്രിവര്യൻ പ്രാണപ്രതിഷ്ഠയെ ചെയ്യാത്ത, അഷ്ടബന്ധ കലശത്തിൽ ഉറപ്പിക്കാത്ത ഒരിടത്തും ചെന്നിട്ട് ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകുന്നത് ആരാധനയ്ക്കല്ല, ദർശനത്തിനാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തുറക്കാനും അടക്കാനും സമയമുണ്ട്. അസമയത്ത് വന്നാലേ ഭഗവതിയെ കാണാൻ പറ്റുള്ളൂ. അസമയത്ത് ചെല്ലണം. ആരാധന വീട്ടിൽ നിന്ന് ചെയ്യാം, ദർശനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്യൂ നിന്ന് കാണുന്നത്, വരി വരിയായിട്ട് കാണും. മതങ്ങൾക്ക് ആരാധന സംഘടിതമാണ്. ഇപ്പം മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് അവിടെ എത്തണം, പ്രത്യേക സമയം കൊണ്ട് അത് തീരും. 1:15 മുതൽ 1:30 വരെ ആണെങ്കിൽ 2.5 മണിക്കൂർ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നിസ്കാരത്തിന് അവിടെ പ്രാധാന്യമില്ല. ടൈമാണ് സ്ഥലം പ്രശ്നമല്ല, സമയമാണ് പ്രശ്നം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് സ്ഥലം പ്രശ്നം, എല്ലായിടത്തും അമ്പലം ഉണ്ടാക്കാൻ കഴിയില്ല. സമയവും പ്രശ്നമാണ്. നിശ്ചിത സമയത്ത് വരണം. 5:30 മണിക്ക് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തുറക്കുമ്പോൾ വരണം. അപ്പൊ ഇവിടെയാണ് ഹിന്ദുവിന്റെ ദൈവങ്ങൾ കല്ലുകളാണോ? കല്ലുകളല്ല, നമ്മൾ വിഗ്രഹാരാധകരാണെന്ന് പറയണം. ഇനി 33 കോടി ദൈവങ്ങളോട് നമുക്ക് ഏകമാകുന്ന ഈശ്വരനും. നമുക്ക് എത്ര ദൈവങ്ങളാ? ദൈവം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദ്യോതനാത് ദൈവ. ദ്യോതിപ്പിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നത് എന്തോ അതാകുന്നു ദൈവം. അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറയും, ഉദ്ധരേതാത്മനാത്മാനം. നിന്നെ ഉയർത്തുന്നത് നീയാണ്, നിന്നെ താഴ്ത്തുന്നത് നീയാണ്, നിന്റെ ബന്ധു നീയാണ്, നിന്റെ ശത്രു നീയാണ്.
നിന്റെ എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയ നീ തന്നെയാ. നിന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കിയ നീ തന്നെയാ. നിന്നെ സഹായിക്കാൻ ഞാനുണ്ടാവും. അതുകൊണ്ടാണ് ഗാന്ധീവം താഴെ വെച്ചപ്പോ ഗാന്ധീവം ഗുരുവായൂരപ്പൻ എടുത്തിട്ടില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗാന്ധീവം തൊട്ടിട്ടില്ല. താഴെ വെച്ച ആളെ കൊണ്ട് എടുപ്പിച്ചു. താഴെ വെച്ചത് അർജുന. താഴെ വെക്കാനുള്ള കാരണം ഞാൻ യുദ്ധത്തിനില്ല എന്നൊരു സൈനിക മേധാവി പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ കമാൻഡർ ഇൻ ചീഫ് പറയുകയാണ്, അയ്യോ പാകിസ്ഥാനിലെ ആളുകൾക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ല അവർ നമ്മളോട് യുദ്ധത്തിന് വന്നത്, അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ സൈനിക തലവനെ നമ്മൾ അംഗീകരിക്കുമോ? നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ, ഈ നാട്ടിൽ ഒരു മിലിറ്ററി ഓഫീസർ ഉണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ അയാൾ 100 പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നു. എന്നിട്ട് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇവിടത്തേക്ക് സ്വീകരിക്കുക? ഒരു 1.5 സ്വീകരണമായിരിക്കും അല്ലേ? ആനയും അമ്പാരിയും ഒക്കെ ഉണ്ടാവും. അപ്പം അയാളെ എന്തിനാ നിങ്ങൾ സ്വീകരിച്ച്? 100 ആളെ കൊന്നിട്ട് വന്നതാ. 100 ആളെ കൊന്നു വന്നപ്പോൾ സ്വീകരണം. നാട്ടിൽ ലീവിന് ഈ പട്ടാളക്കാരൻ വന്നു. അയൽക്കാരനുമായിട്ട് ഒരു അതിഥി തർക്കം ഉണ്ടായിട്ട് അയൽക്കാരനെ കത്തിയെടുത്ത് കുത്തിക്കൊന്നു. നിങ്ങൾ അയാൾ സ്വീകരിക്കുമോ? ഇല്ല. രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊന്നതിന്റെ പേരിൽ 16 ആളുകൾക്കാണ് ഇപ്പൊ കോടതി വധശിക്ഷ വിധിച്ചത്. ഒരാളെ കൊന്നതിന് പകരം 16 പേർക്ക് വധശിക്ഷ. ഇത് സുപ്രീം കോടതി ശരിവെക്കില്ലെന്ന് നമുക്കറിയില്ല. 100 പേരെ കൊന്ന സൈനികനെ സ്വീകരിച്ചു, ഒരാളെ കൊന്ന സൈനികനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. എങ്കിൽ കൊന്നതാണോ പ്രശ്നം, എന്തിനു വേണ്ടി കൊന്നു എന്നാണോ പ്രശ്നം? യുദ്ധത്തിൽ കൊലപാതകം പാപമല്ല. ഒരു സൈനികൻ യുദ്ധത്തിൽ ചാകുന്നതിന് മുമ്പ് പരമാവധി കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. അത് ലോക നിയമമാണ്. ഇപ്പൊ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക 5 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു യുദ്ധം ഇപ്പോഴും നടക്കുക. ഉക്രൈനും റഷ്യയും തമ്മിൽ, ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഇപ്പൊ തീർന്നാണ്. ഇപ്പൊ ഇറാഖിനെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാഖിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇറാനിൽ. അപ്പൊ ആലോചിച്ച് നോക്കൂ, യുദ്ധമൊന്നും നമുക്ക് ഒരു കാലത്ത് നിർത്താൻ കഴിയില്ല. പക്ഷെ യുദ്ധത്തിലൊരു നീതിയുണ്ട്. ആ യുദ്ധഭൂമിയിൽ വെച്ച് തന്റെ ബന്ധുമിത്രാദികളെ കണ്ടപ്പോൾ പകച്ചുപോയി ആയുധം താഴെ വെച്ച് യുദ്ധത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചു. ആര്? വീരയോദ്ധാവ്. ആരാ? അർജുനൻ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ കിടക്കയിൽ മുള്ളും ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞുതരും, അർജുനന്റെ 10 പര്യായം പറഞ്ഞാൽ മതി. അപ്പൊ പറയണം അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, കിരീടി, ശ്വേതവാഹനൻ, വിജയൻ, ധനഞ്ജയൻ എന്ന് പറഞ്ഞിട്ട് 10 പര്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പേടി മാറുന്നാണ്. അതായത് ലോകം പേടി മാറ്റാൻ വേണ്ടി ആരുടെ പേരാണോ പറയുന്നത് അയാൾ ഒളിച്ചോടെ നോക്കിയാണ്. പേടി മാറ്റാൻ വേണ്ടി ആരുടെ പേര് പറയുന്നുവോ അതേ അർജുനൻ യുദ്ധം വേണ്ടെന്ന് പറഞ്ഞ് ഒളിച്ചോടിയുള്ള അവസ്ഥ എന്താ? അപ്പോഴാണ് ശ്രീകൃഷ്ണനുമായിട്ട് ഒരു സംവാദം. അതാണ് ഭഗവത്ഗീത. അർജുനൻ പല ന്യായവാദങ്ങൾ അങ്ങോട്ട് പറയുന്നു, അതിനെല്ലാം മറുപടിയായിട്ട് ഭഗവാൻ ഇങ്ങോട്ട് പറയുന്നു. അതിഗംഭീരമായ സംവാദം. പ്രിയമുള്ളവരെ, നമുക്കത് പഠിക്കണം. എല്ലാ പ്രശ്നവും തരും ജീവിതത്തിൽ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഭക്തിക്കൊപ്പം ജ്ഞാനമാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ 700 ശ്ലോകമുണ്ട്. ഭഗവത്ഗീതയുടെ ആദ്യത്തെ ശ്ലോകം ചോദിക്കുന്നത് ഒരു കണ്ണ് പൊട്ടനാ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമക പാണ്ഡവശ്ചൈവ കിമ കുർവത സഞ്ജയ എന്ന് ചോദിക്കുന്നത് ജന്മം കൊണ്ട് പുറംകണ്ണും പുത്രവാത്സല്യം കൊണ്ട് അകക്കണ്ണും പൊട്ടിപ്പോയ ഒരു കുരുടന്റെ ചോദ്യത്തോടു കൂടിയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അവസാനിക്കുന്നതോ എത്ര യോഗേശ്വര കൃഷ്ണോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. 700 ശ്ലോകം. ആ 700 ശ്ലോകം പഠിച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ ലൈഫിൽ പിന്നീട് ഒരു പ്രോബ്ലത്തെയും നമുക്ക് പ്രശ്നമായിട്ട് തോന്നില്ല, അതിജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ 8 ഭാര്യമാരാ ഭഗവാന്. ജാംബവി, സത്യഭാമ, രുക്മിണി അടക്കം 8 ഭാര്യമാര്, 80 മക്കളോ. ഈ മക്കൾ മൊത്തം തമ്മിൽ തല്ലി ചത്തുപോയിട്ടും ഭഗവാന്റെ ചുണ്ടിൽ നിന്ന് പുഞ്ചിരി മാഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണൻ ജനിച്ചത് കാരാഗ്രഹത്തിലാണ്. അമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ടില്ല. ജനിച്ചുടൻ വസുദേവൻ കൂട്ടയിൽ ചുമന്ന് യമുനാ നദി കടന്ന് നന്ദനോദ്യാനത്തിൽ എത്തിച്ചു. യശോദ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങോട്ടെടുത്തു. ഈ കുഞ്ഞിനെ അവിടെ വെച്ചു. 6 മാസം പ്രായമുള്ള ഭഗവാനെ മുല കൊടുത്തു കൊല്ലുവാൻ വേണ്ടി പൂതന വന്നു. ഭഗവാൻ അവളെ മുല കുടിച്ചു കൊന്നു കളഞ്ഞു. ഹിന്ദുക്കൾ 33 കോടി ദൈവങ്ങളെ ആരാധിക്കുന്നു. 33 കോടി ദേവതാ സങ്കല്പങ്ങളുണ്ട്. ഈശ്വരൻ ഏകനാണ്. അതുകൊണ്ട് ശക്തിയെയും സത്യത്തെയും ആരാധിക്കണം. അതായത് ആയുധമില്ലാത്ത ഒരൊറ്റ ഭഗവതിയെ, ദേവിയെ, ദേവനെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ആയുധമില്ലാത്ത ഏതെങ്കിലും ഹിന്ദു ദൈവം ഉണ്ടോ? ഇല്ല. ഭഗവാൻ മഹാവിഷ്ണുവിനെ നോക്കൂ. വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം സർവ്വവ്യാപി എന്നാണ്. വിഷ്ണുവിന്റെ 1ാമത്തെ കയ്യിൽ ശംഖാണ്. ശംഖ് ഒരു ജലജീവിയാണ്, കടലിലെ ജീവിയാണ്. അതിൻ്റെ ശരീരത്തിന്റെ മാംസഭാഗത്തെ മാറ്റി ശംഖ് ഊതിയപ്പോൾ ശംഖിൽ നിന്ന് ഓങ്കാരം പുറത്തേക്ക് വന്നു. ഓം ഏകാക്ഷരം ബ്രഹ്മ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രണവാകാരം.
അതിൻ്റെ പ്രതീകമാണ് ശംഖ്. വിജ്ഞാനത്തിന്റെ രണ്ടാമത്തെ കയ്യിൽ ചക്രാണ്, സുദർശന ചക്രം, അത് അസ്ത്രമാണ്. ദൂരെയുള്ള ശത്രുക്കളെ നിഗ്രഹിക്കുന്ന ആയുധത്തിന്റെ പേര് അസ്ത്രം. മൂന്നാമത്തെ കയ്യിൽ ഗദയാണ്. ഗദ എന്നാൽ തച്ചുടക്കുക, അത് ശസ്ത്രമാണ്. കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന വാള്, ഗദയെല്ലാം ശസ്ത്രമാണ്, അസ്ത്രശസ്ത്രം. നാലാമത്തെ കയ്യിൽ താമരയാണ്. താമര വളരുന്നത് ചെളിയിലാണ്, എന്നാൽ ചെളിയുടെ യാതൊരു ദുർഗുണങ്ങളും താമരയെ സ്പർശിക്കുന്നില്ല. ചെളിയിൽ വളരുമ്പോഴും പൂജാപുഷ്പങ്ങളിൽ ഒന്നാമൻ താമരയാവുന്നു. അപ്പം മഹാവിഷ്ണുവിന് 4 കൈയുണ്ടെങ്കിൽ 4 കൈയിൽ 4 തത്വങ്ങളുമുണ്ട് എന്നറിയണം. ഇങ്ങനെ നമ്മുടെ ഹിന്ദു ദൈവങ്ങൾ ഓരോരോ തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇപ്പൊ ഗണപതിയുടെ വാഹനം എലിയാണ്. ഗണപതി എന്ന് പറയുന്ന മുഖം ആനയുടെ സങ്കല്പമാണ്. പക്ഷെ ഇതിന്റെ വാഹനം എന്ന് പറയുന്നത് പ്രകൃതിയിൽ ഏറ്റവും നിസ്സാര ജീവികൾ, നമുക്ക് ഒത്തിരി ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു ജീവിയായ എലിയാണ്. അപ്പൊ എലിയും ആനയും പരസ്പര പൂരകങ്ങളായി ജീവിക്കുമ്പോൾ മാത്രമേ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തപ്പെടുകയുള്ളൂ. ശിവന്റെ കുടുംബം നോക്കിയാൽ ആ കുടുംബത്തിൽ ശിവനും പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും ഉണ്ട്, വേറെ 5 പേര് കൂടിയുണ്ട്. ശിവന്റെ കഴുത്തിലൊരു പാമ്പുണ്ട്, സുബ്രഹ്മണ്യന് ഒരു മയിലുണ്ട്, ഗണപതിക്ക് ഒരു എലിയുണ്ട്, പാർവതിക്ക് ഒരു സിംഹമുണ്ട്, പരമേശ്വരന് ഒരു കാളയുണ്ട്. പരസ്പര വൈരികളായ കൊന്നു തിന്നുന്ന ഈ ജീവികൾ ഈ വീട്ടിന്റെ ഉള്ളിൽ വളരെ ശാന്തസുന്ദരമായിട്ട് ജീവിക്കുന്നു. ഹിന്ദുവിന്റെ ഓരോ ആശയങ്ങളും 1000 തത്വങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ രണ്ടാമത്തെ ഹിന്ദു വിശ്വാസിയായ ഹിന്ദുവാണ്. ഈ വിശ്വാസത്തിന്റെ ശാസ്ത്രത്തെ, വിശ്വാസത്തിന്റെ യുക്തിയെ പഠിക്കണം. ഇപ്പൊ വിഷ്ണുവിന്റെ നിറം നീലയാണ്. നീല എന്നാൽ അനന്തതയുടെ നിറമാണ്. അനന്തന്റെ പുറത്താണ് ഭഗവാൻ കിടക്കുന്നത്. അനന്തത കിടക്കുന്നത് പാലാടിയിലാണ്. ആധുനിക ഭാഷയിൽ അതിനെ മിൽക്കി വേ എന്നാണ് പറയുന്നത്. ശാസ്ത്രം പറയുന്നത് മിൽക്കി വേ എന്നാണ്. പാലാഴി എന്ന് നമ്മൾ പറയും. നമ്മുടെ വാക്കിനെ ഇംഗ്ലീഷ് വൽക്കരിച്ചതാണ് മിൽക്കി വേ. ആ പാലാടിയിൽ അനന്തതയുടെ പുറത്ത് നീല അനന്തമായ ആകാശത്തിനും അനന്തമായ സാഗരത്തിന്റെയും നിറത നീലയാണ്. അപ്പൊ ഇതെല്ലാം ഒരുപാട് ആയിരക്കണക്കിന് തത്വശാസ്ത്രങ്ങളെ പ്രദാനം ചെയ്യുന്നു വിഷ്ണു. ബ്രഹ്മാവിന് 4 തലകളുണ്ട്. സൃഷ്ടിയുടെ ജാഗ്രതയാണ്. സംഹാരത്തിന് ഭഗവാൻ പരമേശ്വരനാണ് എങ്കിൽ മരണത്തിന്റെ സകല ലക്ഷണങ്ങളും ശരീരത്തിൽ ചൂടിയിട്ടുണ്ട് ഭഗവാൻ. ഭഗവാന്റെ തലയിൽ ഗംഗയുണ്ട്, വെള്ളത്തിൽ മുക്കി കൊല്ലാം. കഴുത്തിൽ പാമ്പുണ്ട്, വിഷം രോഗം. തൃക്കണ്ണിൽ അഗ്നിയുണ്ട് ഭഗവാന്. കയ്യിൽ ആയുധമുണ്ട്. മരണത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും. ത്രിമൂർത്തീസ് ഭാവം എന്ന് പറയുമ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇങ്ങനെ അനേക സവിശേഷതകൾ ഒത്തുചേരുന്നതാണ് നമ്മുടെ ഹിന്ദു സങ്കല്പങ്ങൾ. ഈ സങ്കല്പത്തെ അറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഹിന്ദുക്കൾ ജീവിക്കുന്നത്. അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണ് എന്ന് പറഞ്ഞവരെല്ലാം അത് ഉപേക്ഷിച്ചു. ഇപ്പൊ അവർ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാകാൻ ഓടി നടക്കുക. നല്ലത്. ഇന്നലകളിൽ അമ്പലത്തിനെതിരെ പ്രസംഗിച്ച, ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെ സംസാരിച്ച ആളുകൾ അത് ഉപേക്ഷിച്ചു. അമ്പലം എന്ന് പറഞ്ഞാൽ, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ നിഷേധിക്കുവാൻ കഴിയാതെ ഹിന്ദുക്കൾ ചെന്നെത്തുന്ന കേന്ദ്രമാണെന്ന് അവർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നല്ലൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഹിന്ദുക്കൾ ജീവിക്കുന്നത്. ഈ രണ്ടാമത്തെ ഹിന്ദു. മൂന്നാമത്തെ ഹിന്ദു എന്ന് പറയുന്നത് നിഷേധിയായ ഹിന്ദുവാണ്. പഠിക്കാതെ വിമർശിക്കുന്നവൻ. ചിദാനന്ദപുരി സ്വാമികൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു ഗ്രന്ഥത്തെ വിലയിരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രന്ഥകാരനേക്കാൾ അറിവുണ്ടാവണം നിരൂപകന് എന്ന്. ഗ്രന്ഥത്തെ വിലയിരുത്തുന്ന ആൾക്ക് ഗ്രന്ഥം എഴുതിയവനേക്കാൾ വിവരം ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രന്ഥത്തെ വിമർശിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ഒന്നിനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ അതിനെ പഠിക്കണം. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ ആരാണ് രാമൻ എന്ന് പഠിക്കണം, ആരാണ് കൃഷ്ണൻ എന്ന് പഠിക്കണം. ഇതാണ് മൂന്നാമത്തെ ഹിന്ദു. ആ മൂന്നാമത്തെ ഹിന്ദു രണ്ടാമത്തെ ഹിന്ദുവിലേക്ക് വന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നാലാമത്തെ ഹിന്ദു എന്ന് പറയും ഞങ്ങൾ ഹിന്ദുക്കളെയല്ല എന്ന് പറയുന്നവരാണ്. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികൾ. ഞാൻ നേരത്തെ പറഞ്ഞു ആരാണ് ഹിന്ദു എന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഈ 4 ടൈപ്പ് ഹിന്ദുക്കളും ചേരുന്ന ഒരു സമൂഹമാണ് എറണാകുളവും കോഴിക്കോടും കാശ്മീരും എല്ലാം. എല്ലാ ടൈപ്പ് ഹിന്ദുക്കളും, അറിവുള്ളവരും അറിവില്ലാത്തവരും, ഭക്തരും ഭക്തരല്ലാത്തവരും, എതിർക്കുന്നവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവർക്കെല്ലാം ഹിന്ദുവിൽ സ്ഥാനമുണ്ട്. ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ ഹിന്ദുക്കൾ വിളിച്ചത് വാൽമീകി മഹർഷി എന്നാണ്. ആയുർവേദം എന്ന ശാസ്ത്രഗ്രന്ഥം എഴുതിയ ചരകനെ ഹിന്ദുക്കൾ വിളിച്ചത് ചരക മഹർഷി എന്നാണ്. കാമശാസ്ത്രം എഴുതിയ വാത്സ്യാനെയും മഹർഷി എന്ന് വിളിച്ച ഹിന്ദു നിരീശ്വരവാദിയായ ചാർവാകനെയും വിളിച്ചത് മഹർഷി എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മഹർഷിയാണ്, ദൈവം ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് മഹർഷിയാണ്. സീതാദേവിയെ കുറിച്ച് അനാവശ്യമായ ആരോപണം ഉന്നയിച്ച് അലക്കുകാരന്റെ നാക്ക് ഞാൻ അരിയുമെന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ രാമൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
വിമർശകന്റെ നാവരിയുന്നത് ഇക്ഷ്വാകു വംശത്തിന്റെ പാരമ്പര്യമാണോ ലക്ഷ്മണ? രാമനെ ആരാധിക്കുവാൻ അവകാശമുള്ളത് പോലെ തന്നെ രാമനെ വിമർശിക്കുവാനും അവകാശമുണ്ടായിരിക്കണം കോസല സാമ്രാജ്യത്തിൽ. ഞങ്ങളെല്ലാം കുറെ കാലം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ യുക്തിവാദികളായിരുന്നു. അന്ന് ഇടമറുകിന്റെ കോവൂരിന്റെ ഒക്കെ ഈ തേരാളി പോലുള്ള പുസ്തകങ്ങളും അവരുടെ ഗീതാ വിമർശന പഠനമൊക്കെ വായിച്ചിട്ട് സത്യത്തിൽ ജീവിതത്തിന്റെ നല്ല കാലഘട്ടം എന്ന് പറയുന്ന യുവത്വം വേസ്റ്റായി കളഞ്ഞു. കാര്യമായിട്ട് ഒന്നും കിട്ടിയില്ല. യുക്തിവാദത്തിന് ഡെഫിനിഷൻ അവർ തന്നില്ല. ആരാണിരിക്കേണ്ട ഒരു യുക്തിവാദി? ആ ചോദ്യത്തിന് ഉത്തരമില്ല. ഈ യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകളുടെ എപ്പോഴും മതത്തെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ദൈവമില്ല, അമ്പലമില്ല, ദൈവമില്ല, പള്ളിയില്ല, അങ്ങനെ എല്ലാ ദൈവങ്ങളെയും അവർ വിമർശിക്കും. അവർക്ക് അതിൽ മതമൊന്നുമില്ല, എല്ലാവരെയും വിമർശിക്കും. പക്ഷെ ഒരു യുക്തിവാദിയുടെ ജീവിത പദ്ധതി എന്താ? ഒരു യുക്തിവാദി രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ യുക്തിവാദി എങ്ങനെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ജീവിതചര്യ എങ്ങനെയാണ്? അതില്ല. യുക്തിവാദിയുടെ കയ്യിൽ ആകെയുള്ളത് അപരന്റെ കുറ്റം പറയുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്നവനെയാണ് ഞങ്ങളുടെ എല്ലാ നാട്ടിലെ യുക്തിവാദികൾ. അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ആളാണ് പ്രൊഫസർ ശ്രീ രവിചന്ദ്രൻ സാറിനെ പോലെയുള്ള ആളുകൾ. അതിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന ആളുകളാണ്. അന്ധമായിട്ട് എന്തെങ്കിലും പറയുന്ന ആളുകളല്ല, കുറച്ചുകൂടി യുക്തിഭദ്രമായിട്ട് കാര്യം പറയുന്ന ആളാണ് പ്രൊഫസർ രവീന്ദ്രനെ പോലെയുള്ള ആളുകൾ. അപ്പോൾ യുക്തിവാദത്തിന് ഡെഫനിഷൻ എനിക്ക് കിട്ടിയത് സത്യത്തിൽ യോഗവാസിഷ്ടത്തിൽ വാൽമീകി മഹർഷി പറഞ്ഞ ഒരു ശ്ലോകത്തിൽ നിന്നാണ്. യുക്തിയുക്തമുപാദേയം വചനം ബാലകാതപി അന്യതൃണവിവത്യാജ്യം അപ്യുക്തം പത്മജന്മന. യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കണം. അന്യത് യുക്തിരഹിതമായത് തൃണമിവത്യാജ്യം പുല്ലുപോലെ വലിച്ചെറിയണം. അപ്യുക്തം പത്മജന്മനാം, സാക്ഷാൽ ബ്രഹ്മാവ് വന്നിട്ട് ബുദ്ധിക്ക് ചേരാത്തത് പറഞ്ഞാൽ ബ്രഹ്മാവിനോട് ഗെറ്റ് ഔട്ട് പറയുവാൻ സ്വാതന്ത്ര്യമുള്ളവന്റെ പേരാണ് ഹിന്ദു. ഇപ്പം വന്നിട്ട് നട്ടുച്ച 1 മണിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞാൽ ഓ ബ്രഹ്മാവല്ലേ ഇതിൻ്റെ ഒക്കെ ആളല്ലേ എന്ന് പറഞ്ഞേക്കരുത്, ഗെറ്റ് ഔട്ട് പറയണം. അതാണ് ഹിന്ദു. അതാണ് ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹം. സകല വേദങ്ങളുടെയും സാരസംഗ്രഹമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിൽ 18-ാമത്തെ അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്ന ഒരു വാക്കുണ്ട്, അർജുന ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ. നീ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ തത്വശാസ്ത്രങ്ങളെ മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നതുകൊണ്ട് നീ ഇതിനെ തൊണ്ട തൊടാതെ വിഴുങ്ങരുത്, കണ്ണടച്ച് വിശ്വസിക്കരുത്. വിമർശതൈ ദശേഷേണ, വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ പഠിക്കണം. യഥേശ്ചസി തഥാ കുരു, ശരിയെ സ്വീകരിക്കണം, തെറ്റിനെ തള്ളിക്കളയണം. ഇതാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ സൗന്ദര്യം എന്നറിയാൻ. ശരിയെ സ്വീകരിക്കുവാനും തെറ്റിനെ തള്ളിക്കളയുവാനും പറഞ്ഞ ഹിന്ദു. നക്ഷത്രങ്ങളിൽ ജീവനുണ്ടോ എന്നറിയാകാഞ്ഞിട്ടും നക്ഷത്രങ്ങളിൽ വസിക്കുന്നവരെ നിങ്ങൾക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയവൻ ഹിന്ദു. ഓം ദേവ് ശാന്തി, അന്തരീക്ഷം ശാന്തി, പൃഥിവി ശാന്തി, ശാന്തി ദേവശാന്തി എന്ന് പറഞ്ഞവൻ. ലോകത്തെ ഒരു പക്ഷിക്കൂടിനോട് ഉപമിച്ചവൻ ഹിന്ദു. മനുഷ്യനെ കാഫിറുകളെന്നും പാപികളെന്നും അടിമകളെന്നും വിളിക്കാതെ കൃണ്ണുന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര എന്ന് വിളിച്ചവൻ ഹിന്ദു. വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞവൻ ഹിന്ദു. ആ പവിത്രമായ സംസ്കാരത്തെ, ആ പവിത്രമായ ധർമ്മത്തെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടോമിയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ മതവെറിയുടെ പടയോട്ടത്തിൽ തകർന്നടിഞ്ഞ് മതരാജ്യങ്ങളായി മാറിയിട്ടും 2300 കൊല്ലക്കാലത്തെ ചരിത്രം രേഖപ്പെടുത്തിയ നിരന്തര വൈദേശ ആക്രമണത്തിന് ശേഷവും എൻ്റെ ഭാരതവും നമ്മുടെ സംസ്കാരവും ജീവിച്ചിരിക്കുന്നു. അയോധ്യയിൽ ചെല്ലുമ്പോൾ രാമക്ഷേത്രം കാണാം. 500 കൊല്ലക്കാലത്തെ പോരാട്ടത്തിൽ 77 യുദ്ധത്തിനൊടുവിൽ 3 ലക്ഷം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകിയിട്ടാണ് 2024 ജനുവരി 22-ാം തീയതി ആ ക്ഷേത്രത്തിൽ രാംലല്ല പ്രതിഷ്ഠ നടത്തിയത്. 3 ലക്ഷത്തിൽ പരം ഹിന്ദുക്കളുടെ ജീവൻ ബലിദാനം നൽകപ്പെട്ടിട്ടുള്ള അമ്പലം തിരിച്ചു പിടിക്കാൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ഗുജറാത്തിൽ പോകുമ്പോൾ സോമനാഥ ക്ഷേത്രത്തിലൊന്ന് പോകണം. 17 പ്രാവശ്യം ആക്രമിച്ച് തകർക്കപ്പെട്ട ആ ക്ഷേത്രം 1951 ഭക്തന് തുറന്നു കൊടുത്തത് സർദാർ പട്ടേലിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 700 കൊല്ലക്കാലത്തെ ഇസ്ലാമിക രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിൽ 40 ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു. അയോധ്യയും കാശിയും മധുരയും അടക്കം 3000 ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരപ്പെട്ടു. ലക്ഷോപലക്ഷം ക്ഷേത്രങ്ങൾ തച്ചുടക്കപ്പെട്ടിട്ടും ഈ സംസ്കാരം തകർന്നില്ല, തകർക്കുവാൻ കഴിയില്ല.
അതുകൊണ്ടാണ് ഈ സംസ്കാരത്തിന് മറ്റൊരു പേര് കൊടുത്ത് നമ്മൾ സനാതനം. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം നാശരഹിതം, ഒരിക്കലും നശിക്കാത്തത്. ഒരിക്കലും നശിക്കാത്തത് എന്താണ്? അത് സത്യമാണ്. നമ്മൾ സത്യത്തെ മുറുകെ പിടിക്കുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. അതുകൊണ്ട് എല്ലാവർക്കും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭൂരിപക്ഷം ജനങ്ങൾ കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും മതന്യൂനപക്ഷങ്ങൾ കിട്ടുന്ന ഏക നാട് ഏതാണ്? ഭാരതമാണ്. പള്ളിക്ക് പുറത്ത് പട്ടാളവും പോലീസും കാവൽ നിൽക്കാതെ ഇസ്ലാം നിർഭയം നിസ്കരിക്കുന്ന നാടിന്റെ പേര് പാകിസ്ഥാൻ എന്നല്ല, ഭാരതം എന്നാണ്. ഇപ്പോഴിവിടെ 80% ഹിന്ദുക്കളാണ്. അതാണ് സർവധർമ്മ സമഭാവന. എല്ലാവരെയും സ്വീകരിക്കുവാൻ കഴിയും. 4 വേദങ്ങളും 5 ഉപവേദങ്ങളും 6 വേദാംഗങ്ങളും 18 പുരാണങ്ങളും 108 ഉപനിഷത്തുകളും 2 ഇതിഹാസങ്ങളും 64 കലയും അർത്ഥശാസ്ത്രവും കാമശാസ്ത്രവുമുള്ള ഹിന്ദുവിന് ഒരു ഖുറാനും ബൈബിളും കൂടെ വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. 33 കോടി ദൈവങ്ങൾക്കിടയിലൂടെ അള്ളാഹുവിനെ യഹോവയെ കൂടെ വെക്കാൻ ബുദ്ധിമുട്ടില്ല. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര എന്ന് പറഞ്ഞ ഗുരു പരമ്പരയ്ക്കിടയിൽ 2 പ്രവാചകന്മാരെ വെക്കുവാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാവരെയും സ്വീകരിക്കുവാൻ കഴിയുന്ന ഈ ധർമ്മം, ഈ സംസ്കാരം അടുത്ത തലമുറക്ക് കൈമാറണമെങ്കിൽ ഭക്തിക്കൊപ്പം ജ്ഞാനം കൂടി നിറക്കണം. ഞാൻ എങ്ങനെ ഹിന്ദുവായി? നമ്മൾ ഒരിക്കലും കസ്തൂരിമാനെ പോലെ ആകരുത്. തിരിച്ചറിവുള്ള കേസരിയെ പോലെ, സിംഹത്തെ പോലെ ആകണം. കാരണം കാട്ടിൽ സിംഹമില്ലാതായപ്പോൾ കുറുക്കൻ രാജാവായി. നീളത്തിൽ വീണ കുറുക്കൻ രാജാവായ കഥയൊക്കെ 2ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ സിംഹത്തിന്റെ അലർച്ചയിൽ കിടുകിട വിറച്ചു പോയതാണ് കാട് മുഴുവൻ. അങ്ങനെയാണ് സിംഹത്തെ നാട്ടുകാരും തിരിച്ചറിയുന്നത്. ഇന്ന് ലോകം സമാധാനത്തിന് വേണ്ടി ഉറ്റുനോക്കുന്ന ഭാരതത്തെയാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ലോകം മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വെനിസ്വല എന്ന് പറഞ്ഞ രാജ്യത്തെ അപ്പാട് പിടിച്ചെടുത്ത് കളഞ്ഞു. പിടിച്ചെടുക്കുവാൻ അവർക്ക് പ്രതിരോധിക്കുവാൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിലേക്ക് പാകിസ്ഥാൻ 26 ആളുകളെ വെടിവെച്ചു കൊല്ലുവാൻ ഭീകരന്മാരെ അയച്ചപ്പോൾ ഭാരതത്തിന്റെ പ്രതികരണം അതിശക്തമായിരുന്നു. 88 മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നടത്തി നമ്മൾ ആ ശക്തി, ദുർഗയുടെ ശക്തി, ഭഗവതിയുടെ ശക്തി, ദേവന്റെയും ദേവിയുടെയും ശക്തി നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, സ്ട്രെങ്ത് ഈസ് ലൈഫ്, വീക്ക്നെസ് ഈസ് ഡെത്ത്. ശക്തിയാണ് ജീവിതം, ദുർബലത മരണമാണ് എന്ന്. 33 കോടി ദൈവങ്ങളുടെ കൈകളിലേക്ക് നോക്കൂ. ഒരു കൈയിൽ ആയുധമില്ലാത്ത, വാളും ഗദയും കുന്തവും ചക്രവും ഇല്ലാത്ത ഇവിടെ ഭഗവതി ആരാധിക്കുമ്പോൾ ഭഗവതി ആദി പരാശക്തിയാണെന്നറിയണം. ആദി പരാശക്തിയിൽ നിന്നാണ് ദുർഗാദേവി ഉണ്ടായതെന്നറിയണം. ആ ദുർഗയുടെ 10 കൈകളിൽ ത്വംഹി ദുർഗാ ദശപ്രഹരണധാരിണി, 10 കൈകൾ ആയുധമുണ്ടെന്നറിയണം. അതുകൊണ്ടാണ് നവരാത്രി നാളിൽ നമ്മളെല്ലാവരും ആയുധ പൂജ നടത്തുന്നത്. ശക്തിയെ ഉപാസിക്കുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. അതുപോലെ തന്നെ സത്യത്തെയും മുറുകെ പിടിക്കുന്നവരാണ് ഹിന്ദുക്കൾ. സത്യത്തെയും ശക്തിയെയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഒന്നിച്ചിരിക്കുവാനും ചില കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യുവാൻ കഴിഞ്ഞു. ക്ഷേത്രത്തിൽ ഒരുപാട് ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.